ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു അക്കൗണ്ടിങ് പ്രോസസ്സാണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സൈക്കിൾ. ഫസ്റ്റ് തന്നെ നമ്മൾ സോഴ്സ് ഡോക്യുമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. സോഴ്സ് ഡോക്യുമെന്റ് നമുക്കറിയാം, ബില്ല്, വൗച്ചർ, ഇതിനൊക്കെയാണ് എന്ത് പറയാ, സോഴ്സ് ഡോക്യുമെന്റ്. ആ സോഴ്സ് ഡോക്യുമെന്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ജേണൽ എന്ന് പറയുന്ന ബുക്സ് ഓഫ് പ്രൈമറി റെക്കോർഡിലേക്ക് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്ത സാധനം പിന്നീട് നമ്മൾ മാറ്റി എഴുതുന്ന സെക്കൻഡ് ബുക്കാണ് ജേണൽ, ലെഡ്ജർ. പ്രൈമറി ബുക്കായിട്ടുള്ള ജേണലിൽ നിന്ന് നമ്മൾ ഡാറ്റ എങ്ങോട്ട് എഴുതുന്നു, മാറ്റി എഴുതുന്നു, ലെഡ്ജറിലേക്ക് ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പറഞ്ഞത് എന്ത്, പോസ്റ്റിംഗ് എന്ന് പറയും. ഇവിടെ ജേണലൈസിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ആ പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റും. അതാണ് രണ്ട് ബുക്കുകളെ അക്കൗണ്ട്സിലുള്ളെന്ന് പറയുന്നത്. ഒന്ന് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയും രണ്ടാമത്തെ ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞതിന്റെ സഹായത്തോടു കൂടി ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ശരിക്കും ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ പാർട്ടല്ല. നമ്മൾ അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ത്, ട്രയൽ ബാലൻസ്. ആ ട്രയൽ ബാലൻസിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ഉണ്ടാക്കും, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ടാക്കും. അതിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് നേരത്തെ പറഞ്ഞു, സോഴ്സ് ഡോക്യുമെന്റിന്റെ സഹായത്തോടു കൂടി എതിലേക്ക് എഴുതും, ജേണലിലേക്ക് എഴുതും. ജേണലിന്റെ എഴുതി വെച്ച സാധനങ്ങൾ ഇതിലേക്ക് മാറ്റി എഴുതുന്നു, ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പൊ നമ്മൾ കാണുന്നത് ജേണലിൽ എഴുതുന്നതും ലെഡ്ജറിൽ എഴുതുന്നതാണ്. അതിനുശേഷം ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ട്രയൽ ബാലൻസിലെ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കും, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ടാക്കുന്നതാണ്. ഏതാണ് ആദ്യം ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ട്രയൽ ബാലൻസ് കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നീട് ഉണ്ടാക്കുന്നതാണ്, അതിനുശേഷം വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിനുശേഷം വരുന്ന ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതില് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പഠിക്കുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ചില അക്കൗണ്ടിങ് ടേംസ് അറിയണം. അല്ലെ, മെയിൻ ആയിട്ട് 5 കാര്യങ്ങളാണ്. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മാത്സിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിച്ചു കഴിഞ്ഞാൽ, അതായത് മാത്സിൽ ബേസിക് ആയിട്ടുള്ള 4 സാധനങ്ങളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് മാത്സ് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ അക്കൗണ്ടൻസിയിൽ അറിയേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ബേസിക് ആയിട്ടുള്ള ഈ 5 ടേംസ് ഏതൊക്കെയാണ്, ക്യാപിറ്റൽ, ലൈബിലിറ്റി, അസറ്റ്, ഇൻകം, എക്സ്പെൻസ്. ഈ 5 ടേംസ് എന്താണെന്ന് അറിയാം. അത് പഠിച്ചാൽ ഒരു പരിധി വരെ നമ്മൾ അക്കൗണ്ടൻസിയുടെ കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ നമുക്കറിയേണ്ട റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കണമെങ്കിൽ ഈ 2 സാധനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓണറുടെ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ. അതെങ്ങനെയാകാം, ക്യാഷ് ആയിട്ടായിരിക്കാം, ഗുഡ്സ് ആയിട്ടായിരിക്കാം, അസറ്റ് ആയിട്ടായിരിക്കാം ഓണർ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ല, ക്യാഷ് രൂപത്തിലാകാം, അസറ്റ് അതായത് എങ്ങനെയാകാം, സ്റ്റോക്ക് ആകാം, ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, പല രീതിയിൽ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അസറ്റ് ആയിട്ടുള്ള ലാൻഡോ ബിൽഡിങ്ങോ ഫർണിച്ചറോ പല രീതിയിലായിരിക്കും ഓണർ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓണറുടെ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഇക്വേഷൻ ആണ്. ക്യാപിറ്റൽ കാൽക്കുലേറ്റ് എങ്ങനെയാണ്, അസറ്റ് മൈനസ് ലൈബിലിറ്റീസ്. അസറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ അടുത്തൊരു ടേം ആണ് അസറ്റ്സ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ, അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിസിനസ് സ്ഥാപനത്തിന് സ്വന്തമായിട്ടുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് എന്ത്, അസറ്റ്. അസറ്റ്സ് ആർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് തിങ്സ് വാല്യൂ ഓൺ ബൈ ദ ബിസിനസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിനുള്ള പ്രോപ്പർട്ടീസിനെയോ തിങ്സിനെയോ പറയുന്ന പേരാണ് എന്ത്, അസറ്റ്. അതായത് അസറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് എന്ത്, അസറ്റ്. എന്തൊക്കെയാകാം അസറ്റ്? അസറ്റിന് എക്സാമ്പിൾ ആണ് താഴെ കാണുന്നത്. എന്തൊക്കെയാണ്, ക്യാഷ്, മിഷനറി, ബിൽഡിംഗ്, ഫർണിച്ചർ, സ്റ്റോക്ക്, കാർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, അസറ്റ്സിന് എക്സാമ്പിൾ ആണ്. മറ്റൊരു ടേം ആണ് ലൈബിലിറ്റീസ്. ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ് സ്ഥാപനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ലൈബിലിറ്റീസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് വിച്ച് ദ ഫേം ഓൺസ് ടു ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സിന് ബിസിനസ് സ്ഥാപനം കൊടുക്കാനുള്ള എമൗണ്ടിനെ പറയുന്ന പേരാണ് ലൈബിലിറ്റീസ്. മറ്റൊരു രീതിയിൽ എന്ത് പറയും, ലൈബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻ ഓർ ഡെറ്റ് പേയബിൾ ബൈ ദ എന്റർപ്രൈസസ് ഇൻ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്. പണമായിട്ടോ ഗുഡ്സ് ആയിട്ടോ ബിസിനസ് സ്ഥാപനം ഫ്യൂച്ചറിൽ പുറമെയുള്ള ആളുകൾക്ക്, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒബ്ലിഗേഷന് പറയുന്ന പേരാണ് എന്ത്, ലൈബിലിറ്റീസ്. ലൈബിലിറ്റീസിന് എക്സാമ്പിൾ ആണ് ലോൺ.
അല്ലെ? പിന്നെ എന്തൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ലയബിലിറ്റീസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ 3 ടേംസ് ആണ് പഠിച്ചത്: ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റീസ്. നെക്സ്റ്റ് വൺ റവന്യൂ ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? These are the amount earned by a business concern through sale of its product or providing service to customers. ഒരു ബിസിനസ് സ്ഥാപനം പ്രൊഡക്റ്റ് വിറ്റിട്ടോ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടോ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് റവന്യൂ. ഇപ്പൊ TGCയെ സംബന്ധിച്ചതിന്റെ റവന്യൂ എന്ന് പറയുന്ന കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഫീസാണ്. ഒരു ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ച് അവിടുത്തെ റവന്യൂ എന്ന് പറയുന്ന അവിടുത്തെ സെയിൽസ് ആണ്. അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം അതിന്റെ ബിസിനസ് ആക്ടിവിറ്റീസ് വഴി ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന, പ്രൊഡക്റ്റോ സർവീസോ കൊടുത്ത് അത് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്? റവന്യൂ. സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഫീസ് റിസീവ്ഡ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റവന്യൂക്ക് എക്സാമ്പിൾ ആണ്. എക്സ്പെൻസസ്. ഈ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ബിസിനസ് സ്ഥാപനം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്? എക്സ്പെൻസ്. ദ എമൗണ്ട് സ്പെൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ഈസ് ടേംഡ് ആസ് എക്സ്പെൻസ്. എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിൽ സാലറി വരും, റെന്റ് വരും, വേജസ് വരും, ഇൻട്രസ്റ്റ് വരും, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എക്സ്പെൻസസ് എക്സാമ്പിൾ ആണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട 5 സാധനമാണ്. ഒരു അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടി ഇത് പഠിക്കാതെ മുന്നോട്ട് പോയാൽ ഒന്നും നടക്കില്ല. പിന്നെ വേണ്ട എന്താണ്? റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഞാൻ അതിലേക്ക് ഇന്ന് പോകുന്നില്ല. അപ്പം 5 ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്: അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകം. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോപ്പർട്ടീസ് ഓൺ ബൈ ദ ബിസിനസ് ആർ കോൾഡ് അസറ്റ്. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണെന്ത്? അസറ്റ്സ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ ബിസിനസ് ഓൺസ് ടു ദ അതർ പാർട്ടീസ്. മറ്റുള്ളവർക്ക് ബിസിനസ് സ്ഥാപനം കൊടുക്കാനുള്ള എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്? ലയബിലിറ്റീസ്. മറ്റൊന്നാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ബൈ ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസ്സിൽ അതിന്റെ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് സ്പെൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ഈസ് ടേംഡ് ആസ് എക്സ്പെൻസ്. അടുത്തൊന്നാണ് ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഏൺ ബൈ എ ബിസിനസ് കൺസേൺ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിംഗ് സർവീസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്തൊരു ബിസിനസ് സ്ഥാപനം ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്? ഇൻകം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ എന്തിൽ മനസ്സിലാക്കേണ്ട, അക്കൗണ്ടിങ്ങിൽ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയണം. എക്സ്പെൻസിനെ തന്നെ ഇതിൽ അസറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, ലയബിലിറ്റീസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ എക്സ്പെൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? Those expenses which are incurred in purchasing the goods, bringing them to the business premises and making them fit for sale. അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ്സ് വാങ്ങി അത് വിൽക്കാനുള്ള കണ്ടീഷനിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ ചെലവുകളെയും നമ്മൾ എന്ത് പറയുന്നു? ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗുഡ്സ് വാങ്ങുന്നു, അത് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള ചെലവ്, അത് എവിടെ നിന്നാണോ വാങ്ങുന്നത് അവിടെ നിന്ന് വാങ്ങി നമ്മുടെ സ്ഥാപനത്തിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ്, എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്തെങ്കിലുമൊക്കെ റീപാക്കിങ്ങോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചെലവ്. അപ്പൊ അത് വിൽക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടീഷനിൽ എത്തിക്കുന്നത് വരെയുള്ള ചെലവുകളെ നമ്മൾ എന്ത് പറയുന്നു? ഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലോ, ഓൾ എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ഗുഡ്സ് എന്താണ് സെയിലബിൾ കണ്ടീഷനിലാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസിൽ വരും. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് എന്താ ഉണ്ടാകുക? പിന്നെയും വരുന്നുണ്ട്. ഇത് വിൽക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുകളുണ്ട്. ആ വിൽക്കാൻ ആവശ്യമായുള്ള ചെലവ്, വിൽക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, കാരേജ് ഇൻവേർഡ്, ഇതൊക്കെ എന്തിൽ വരും? ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരും. ഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ് വേജസ്, കാരേജ് ഇൻവേർഡ്, മാനുഫാക്ചറിംഗ് എക്സ്പെൻസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറിയെ പറയുന്ന പേരാണെന്ത്? വേജസ്. നമ്മുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് അനുസരിച്ച് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണെന്ത്? വേജസ്. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസിന് പറയുന്ന പേരാണെന്ത്? കാരേജ് ഇൻവേർഡ്. പർച്ചേസ് ചെയ്ത സാധനം സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്. മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് ആണ് ഉൽപാദന ചെലവ്. സാലറീസ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് എന്ത്? സാലറീസ് എന്നുള്ള ടേമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. റെന്റ് ആൻഡ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഇൻകം 2 രീതിയിലുണ്ട്. ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? Direct income refers to the income that a business earns through activities that are directly related to the day-to-day operations of the business.
ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ വഴി അതിന് കിട്ടുന്ന ഇൻകത്തെ പറയുന്ന പേരാണ് ഡയറക്റ്റ് ഇൻകം. ഇവിടെ TGCയെ സംബന്ധിച്ച് നമ്മൾ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്ന കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഫീസാണ്. കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഫീസ്. ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അവിടുത്തെ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ സെയിൽസ് ആയിരിക്കും. അപ്പൊ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാലോ, ഡയറക്റ്റ് ഇൻകം അല്ലാത്ത എല്ലാ ഇൻകത്തിന് എന്ത് പറയും? ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയും. പിന്നെ എന്ത് ഇൻകം വരിക? സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ചിലപ്പോൾ ബിൽഡിങ്ങിന്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് കിട്ടും? റെന്റ് കിട്ടും. പല രീതിയിലുള്ള ഡയറക്റ്റ് ഇൻകംസ് ഇൻഡയറക്റ്റ് ഇൻകംസ് ഉണ്ട്. ഡയറക്റ്റ് ഇൻകത്തിന് എക്സാമ്പിൾ മെയിൻ ആയിട്ട് വരുന്നത് സെയിൽസ് ആണെങ്കിൽ, ഇൻഡയറക്റ്റ് ഇൻകത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ്. നമുക്ക് സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 തരത്തിലുള്ള കമ്മീഷൻ ഉണ്ട് അല്ലെ? എന്താണ്? ഡിസ്കൗണ്ട്. അതുപോലെ 2 തരത്തിലുണ്ട്. കമ്മീഷൻ റിസീവ്ഡ്, അതുപോലെ റെന്റ് റിസീവ്ഡും. കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല. കമ്മീഷൻ റിസീവ്ഡും റെന്റ് റിസീവ്ഡും ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് 6 സാധനങ്ങളാണ്. ഏതൊക്കെ 6 ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ഈ 6 സാധനം അറിയുമെങ്കിൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പഠിക്കാൻ എളുപ്പമാണ്. അതിന് എക്സാമ്പിൾ ആണ് അറിയേണ്ടത്. ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയണം, ഒരു അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയണം അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഡയറക്റ്റ് ഇൻകം ആണോ, ഇൻഡയറക്റ്റ് ഇൻകം ആണോ, അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ. ക്യാപിറ്റൽ നമുക്കറിയാം, ക്യാപിറ്റലിൽ ലൈബിലിറ്റിയുടെ പാർട്ട് കൂട്ടിയാൽ മതി. അപ്പൊ 7 6. ഈ 6 സാധനത്തിനെ തരം തിരിച്ച് 6 ബോക്സിലേക്ക് എഴുതി വെക്കുന്ന പ്രോസസ്സാണ് ശരിക്കും എന്ത്? ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 and 2 2 ചാപ്റ്റേഴ്സ് ആണ്. 1 ഉം 2 ഉണ്ട്. 1 എന്ന് പറയുന്നത് നോർമൽ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. 2 എന്ന് പറയുന്നത് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. സാധാരണ കേസിൽ പല ടെക്സ്റ്റിൽ ഇത് ഒറ്റ ചാപ്റ്റർ ആയിട്ടാണ് ഉണ്ടാകുക. നമ്മുടെ സിലബസിൽ ഇത് 2 ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? After the preparation of trial balance, the next step in the accounting process is the preparation of financial statement. അപ്പൊ ആദ്യം പറഞ്ഞിരുന്നു ജേണൽ ആണ്, പിന്നെ പറഞ്ഞു ലെഡ്ജർ ഉണ്ടാക്കണം, അതിനുശേഷം ട്രയൽ ബാലൻസ് ഉണ്ടാക്കണം. അപ്പൊ ട്രയൽ ബാലൻസ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 2 പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്, ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2 പാർട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പൊസിഷൻ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഇവിടെയൊക്കെ 1 വേർഡ് ചോദ്യം വരുന്ന സാധനങ്ങളാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഈ 2 ഇൻകം സ്റ്റേറ്റ്മെന്റിനും പൊസിഷൻ സ്റ്റേറ്റ്മെന്റിനും കളക്റ്റീവ് ആയിട്ട് പറയുന്ന പേരാണെന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് വെച്ചാൽ എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ്. ഇൻകം സ്റ്റേറ്റ്മെന്റിനെയും പൊസിഷൻ സ്റ്റേറ്റ്മെന്റിനെയും കളക്റ്റീവ് ആയിട്ട് പറയുന്ന പേരാണെന്ത്? ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതേപോലെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ടൈം എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ്. ഇവിടെയും 1 വേർഡ് ചോദിക്കാം കേട്ടോ. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? ടു നോ ദ ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് പർപ്പസ് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒബ്ജക്റ്റീവ് എന്താണ്? ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം, അല്ലെങ്കിൽ പൊസിഷൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഇപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ഇൻകം അറിയാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ചില സമയത്ത് നോർമൽ സിറ്റുവേഷനിൽ അപ്പൊ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണെങ്കിലും മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അവര് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടെത്താൻ വേണ്ടി വേറൊരു അക്കൗണ്ട് കൂടി ഉണ്ടാക്കാറുണ്ട്. ഏതിനു മുന്നേ ആയിട്ട്? ട്രേഡിംഗ് അക്കൗണ്ടിന് മുന്നേ ആയിട്ട്. ആ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പം മാനുഫാക്ചറിങ് കൺസേൺസിനെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മാത്രമല്ല, മാനുഫാക്ചറിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് മാനുഫാക്ചറിംഗ് കൺസേൺസിനെ സംബന്ധിച്ച് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞത്. പക്ഷെ അതേസമയം ഏത് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ട്രേഡിംഗ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പം
നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് മാത്രമേ ഈ വർഷം സിലബസിലുള്ളൂ. മാനുഫാക്ചറിംഗ് അക്കൗണ്ടിനെ പറ്റി പഠിക്കാൻ ഇല്ല. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി എന്താണ് അതിന്റെ പർപ്പസ്? ഷോ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പർപ്പസ് എന്താണ്? ഷോ നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് എന്തിന്റെ പർപ്പസ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പർപ്പസ്. ബാലൻസ് ഷീറ്റിന്റെ പർപ്പസ് എന്താണ്? ഷോസ് വാട്ട് ദ ബിസിനസ് ഓൺസ് ആൻഡ് ഓയ്സ് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ബീൻ ഫിനാൻസ്. ബിസിനസ് സ്ഥാപനത്തിന് സ്വന്തമായിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. വീഡിയോ ഓൺ ചെയ്തിരിക്കണം എല്ലാവരും. അപ്പം ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 5 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എക്സ്പെൻസും ഇൻകവും, അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും. ഈ എക്സ്പെൻസ് ഇൻകം നമ്മൾ എങ്ങോട്ട് എടുക്കും? ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കും. അപ്പൊ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് എക്സ്പെൻസ് ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. ഇൻകം ആണെങ്കിൽ അതും ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ എടുക്കും. അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും ആണെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ട എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഈ 5 കാറ്റഗറിയിൽ ഏതാണ്? എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ എന്ന് തിരിച്ചറിയാണ് ആദ്യം വേണ്ടത്. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. എങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുക? ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സിന് പറയുന്ന പേരാണ് ട്രേഡിംഗ്. അല്ലെ, ബിസിനസ് സ്റ്റഡീസിൽ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആണ് എന്ത്? ട്രേഡിംഗ്. സാധനം വാങ്ങി അത് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് ട്രേഡിംഗ് എന്ന്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സിന്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസിന്റെ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് prepared to find out the result of buying and selling of goods. അല്ലെ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സിന്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ട്രേഡിംഗ്. ട്രേഡിംഗും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അക്കൗണ്ട് ആണ്. ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് അല്ല. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്, മാറിപ്പോരുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ട്രേഡിംഗ് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നെറ്റ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. അവിടെ എക്സാമിന് ചോദ്യം വരും. എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് നോൺ ആസ് ഡാഷ്. ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആണ്. ചിലപ്പോൾ നെറ്റ് സെയിൽസ് കൂടുകയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയുകയും ചെയ്താൽ എന്താണ് അതിന്റെ റിസൾട്ട്? ഗ്രോസ് പ്രോഫിറ്റ്. നേരെ ഓപ്പോസിറ്റ് വന്നാലോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുകയും നെറ്റ് സെയിൽസ് കുറയുകയും ചെയ്താൽ എന്തായിരിക്കും? ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം എക്സ്പെൻസും വരുന്ന അക്കൗണ്ടുകളെ പറയുന്ന പേരാണ് നോമിനൽ അക്കൗണ്ട്. ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആർ ക്രെഡിറ്റഡ് എന്നാണ് അതിന്റെ റൂൾസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? ഡയറക്റ്റ് ഇൻകം ആണ്. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസിനെ മുഴുവൻ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കും. ഡയറക്റ്റ് ഇൻകത്തിനെ മുഴുവൻ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കും. ഇത് വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഒരു ഫോർമാറ്റ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് വെറുതെ നോക്കിയിരിക്കലല്ല വേണ്ടത്. നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം. എന്ത് ചോദ്യങ്ങളാണ്? ഇപ്പൊ ഇവിടെ അത് പഠിച്ചു വെക്കാൻ വേണ്ടി, ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി കാണാതെ ചില ആളുകൾ ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിക്കും. പക്ഷെ ശരിക്കും പഠിക്കുന്ന സമയത്ത് കൂടുതൽ എഫേർട്ട് ഒന്നും വേണ്ട. ശരിക്കും നമ്മൾ ഒരു ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠനം വളരെ എളുപ്പമായിരിക്കും. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്ര ഐറ്റം വരും? ദേവിനന്ദന, എത്ര ഐറ്റം ഉണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ? തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. എത്ര ഐറ്റം? ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്ര ഐറ്റംസ് ഉണ്ട്? നമുക്ക് പഠിക്കുന്ന സമയത്ത് വെറുതെ ഒരുപാട് സമയം എടുത്ത് കാണാതെ പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. പലപ്പോഴും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, ക്ലാസ് തന്നെ കാര്യങ്ങൾ പഠിച്ചു പോകും. പഠിക്കുന്ന ഏതൊരു കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സമയം വേണ്ട.
അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്ര ഐറ്റം ഉണ്ട്? എത്രയാണ്? ആണോ? ഒരാളോട് ചോദിക്കാൻ പറ്റും. ദേവിനന്ദന ഏത് സ്കൂളാ പഠിക്കുന്നത്? അനാമിക. അൺമ്യൂട്ട് ചെയ്തോ. ബാക്കിയുള്ള ആളുകളും കൂടി വീഡിയോ ഓൺ ചെയ്യണേ. ഓറല്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് നോക്കുക. ആദ്യത്തെ ഐറ്റം നിങ്ങൾക്ക് കാണാം ഓപ്പണിംഗ് സ്റ്റോക്ക്, രണ്ടാമത്തെ ഐറ്റം നെറ്റ് പർച്ചേസ്, മൂന്നാമത്തെ ഐറ്റം ഡയറക്റ്റ് എക്സ്പെൻസ്, നാലാമത്തെ ഐറ്റം സെയിൽസ്, അഞ്ചാമത്തെ ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്. അങ്ങനെ 5 ഐറ്റമാണ് ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളത്. മറ്റൊരു ഐറ്റം കൂടി ഉണ്ട്, ഇതിന്റെ റിസൾട്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ 6 ഐറ്റം ഉള്ളത്. ഈ 6 ഐറ്റത്തില് 3 ഐറ്റം കൃത്യമായിട്ട് വരേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്, 2 ഐറ്റം കൃത്യമായിട്ട് വരേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടത് ഏതൊക്കെയാണ്? നെറ്റ് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. ഡെബിറ്റ് സൈഡിൽ വരേണ്ടത് ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കഴിഞ്ഞു. പിന്നെ നെറ്റ് പർച്ചേസ് എന്താ? പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന പേരാണ് നെറ്റ് പർച്ചേസ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന പേരാണ് എന്ത്? നെറ്റ് സെയിൽസ്. ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഇൻകം കൂടി കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റും, എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ ഗ്രോസ് ലോസ്. അപ്പൊ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു സാധനം തെറ്റൂല. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിനെ സംബന്ധിച്ച് വരുന്ന എത്രയാണ്? 5 3 6 ഐറ്റം ആണ് മാക്സിമം ഇതിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് നെറ്റ് സെയിൽസ്. അപ്പൊ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്കും നെറ്റ് പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും ഡെബിറ്റ് സൈഡിലും, ക്ലോസിംഗ് സ്റ്റോക്കും നെറ്റ് സെയിൽസ് എവിടെ വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഇനി ഇതിന്റെ ബാലൻസ് ആയിരിക്കും എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ഒരു ഡീറ്റെയിൽ ഫോർമാറ്റ് ആണ്, സിമ്പിൾ ഫോർമാറ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടെങ്കിൽ ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് ഇന്നർ കോളത്തിൽ എഴുതി കണ്ടില്ലേ? പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ ഔട്ട്വേർഡ് ലെസ് ചെയ്തു നെറ്റ് പർച്ചേസ് കിട്ടും. ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാ? ഡയറക്റ്റ് എക്സ്പെൻസിൽ വരെ കാരേജ് ഇൻവേർഡ്, കാർട്ടേജ്, ഫ്രൈറ്റ്. ഇതൊക്കെ എന്താണ്? സ്ഥാപനത്തിലേക്ക് സാധനം കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ചെലവുകളെ പറയുന്ന പേരാണ്. അതെ, എങ്ങനെയുള്ള ചെലവ്? ട്രാൻസ്പോർട്ടേഷൻ ചാർജസിന് പറയുന്ന പേരാണ് എന്ത്? കാരേജ് ഇൻവേർഡ്, കാർട്ടേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ്. കാളവണ്ടിയിലൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കാർട്ടേജ്. സാധാരണ വാഹനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ടേം കാരേജ് ഇൻവേർഡ് അല്ലെങ്കിൽ ഫ്രൈറ്റ് എന്നുള്ള. വേജസ് അല്ലെ, ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന റെമ്യൂണേഷൻ പറയുന്ന പേരാണ് വേജസ്. പവർ ആൻഡ് ഫ്യൂൽ, റോയൽറ്റി. റോയൽറ്റി എന്ന് പറഞ്ഞ ഒരു തരം റെന്റ് ആണ്. അതായത് പ്രൊഡക്ഷന്റെ ബേസിലോ സെയിൽസിന്റെ ബേസിലോ ആണ് റോയൽറ്റി എന്ത് ചെയ്യുക? പേ ചെയ്യുക. പ്രൊഡക്ഷന്റെ ബേസിലാണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലും, സെയിൽസിന്റെ ബേസിസിലാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആയിരിക്കും റോയൽറ്റി വരിക. റോയൽറ്റി ഓൺ ദ ബേസ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടും, റോയൽറ്റി ഓൺ ദ ബേസ് ഓഫ് സെയിൽസ് ആണെങ്കിൽ അത് എടുക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വെറും റോയൽറ്റി എന്ന് തന്നാലും നമ്മൾ ഇതിലെടുക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കുക. അതുപോലെ സ്റ്റോർസ് കൺസ്യൂംഡ്, മാനുഫാക്ചറിംഗ് എക്സ്പെൻസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, ഒക്ട്രോയ്, ക്ലിയറിംഗ് ചാർജസ്, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ, ഡോക്ക് ഡ്യൂസ്, ഫാക്ടറി എക്സ്പെൻസ്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഏതാണ്? സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിന്റെ ബാലൻസ് എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. താഴെ പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. പലപ്പോഴും ചോദ്യം വരാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാധനം. 2 മാർക്കിനോ 3 മാർക്കിനോ വരുന്ന ഒരു ചോദ്യമാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് എഴുതിയെടുക്കാനുള്ള സമയമില്ല. കാരണം ഇന്നലത്തെ ഭാഗം തന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് 9 ക്ലാസ്സിലെടുത്ത സാധനങ്ങളാണ്. അതായത് 9 ദിവസമായിട്ട് എടുത്ത സാധനമാണ് നമ്മൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് എഴുതാനും കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സമയം കിട്ടില്ല.
അപ്പൊ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതിലെ നോക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ്? ഫസ്റ്റ് സൈഡാണ്, ഡെബിറ്റ് സൈഡ് എടുക്കേണ്ടത്. പർച്ചേസ് റിട്ടേൺ രണ്ടും ഡെബിറ്റ് സൈഡിലാണ്. പിന്നെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ് ഇവിടെ വേജസും കാരേജ് ഇൻവേർഡും. അപ്പൊ ഈ രണ്ട് സാധനം അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചാൽ മതി. അപ്പം വേജസും കാരേജ് ഇൻവേർഡും ആ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ ഇത് എന്ത് ചെയ്താൽ മതി? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഈ സ്റ്റേറ്റ്മെന്റിലുള്ള ഐറ്റംസ് മാക്സിമം വരാൻ സാധ്യതയുള്ളൂ. ഇനി കാരേജ് ഇൻവേർഡ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ, ഇത് ക്രെഡിറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ്. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി നമ്മൾ എങ്ങനെയത് ഉണ്ടാക്കുക? ട്രേഡ് അക്കൗണ്ട് ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? ട്രേഡ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st എന്നാണോ ഡേറ്റ് തന്നത്, ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. എന്തുകൊണ്ടാണ് ലെഡ്ജർ ആയിട്ട് ഇതിൽ ബാക്കിയുള്ള കോളംസ് ഉപയോഗിക്കുന്നത്? ലെഡ്ജറിന് 8 കോളംസ് ഉണ്ടാവില്ല. കാരണം അത് ഒരൊറ്റ ഡേറ്റിനെ ഉണ്ടാക്കുന്നത്. 31st മാർച്ച് എന്ന് പറയുന്ന ഒറ്റ ഡേറ്റിന്. അപ്പൊ ഡേറ്റ് മോള് കൊടുക്കുമ്പോൾ പിന്നെ സ്പേസ് നഷ്ടപ്പെടുത്താനായിട്ട് വീണ്ടും അവിടെ ഒരു ഡേറ്റ് കോളത്തിന്റെ ആവശ്യമില്ല. എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നതായിരിക്കും ആ ഒരൊറ്റ ഡേറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഡേറ്റ് കോൾ അവിടെ ഒഴിവാക്കുന്നത്. അപ്പൊ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നുള്ളതാണ് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ ട്രയൽ ബാലൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത്, അല്ലാതെ ലെഡ്ജറിന്റെ സഹായത്തോടു കൂടിയല്ല. അപ്പൊ പിന്നെ LFന്റെയും എന്തിന്റെ ആവശ്യമില്ല, JFന്റെ ആവശ്യമില്ല. ട്രയൽ ബാലൻസിലായിരിക്കും ഇതിലേക്ക് വേണ്ട ഡാറ്റ ഉണ്ടാകും. അപ്പൊ സാധാരണ കേസിൽ എന്താണ്? പർട്ടിക്കുലേഴ്സ് എമൗണ്ട് മാത്രമേ ഇതിൽ എന്ത് ചെയ്യാറുള്ളൂ? യൂസ് ചെയ്യാറുള്ളൂ. ഫസ്റ്റ് ഐറ്റം നമ്മൾ മനസ്സിലാക്കിയത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നു. ക്വസ്റ്റിൽ തന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. സെക്കൻഡ് ഐറ്റം തന്നത് പർച്ചേസ് റിട്ടേൺ ഉണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പർച്ചേസ് എഴുതുന്നതിന് മുന്നേറ്റ് പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇത് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ലെസ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാനുള്ളതാണ്. അപ്പൊ നമ്മൾ നേരെ പർച്ചേസ് നമ്മുടെ അടുത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ വെട്ടി മാറ്റി വീണ്ടും എഴുതേണ്ടി വരും. അപ്പൊ പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നർ കോളത്തിൽ എഴുതണം പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 22,000 ലെസ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എഴുതി വെച്ചു. ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് എഴുതി വെക്കുന്നു 20,000. നെക്സ്റ്റ് വൺ വേജസ് ആണ് അല്ലെ. വേജസ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പം വേജസ് എവിടെ എടുത്തു? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുത്തു. പിന്നീട് വന്നത് എന്താണ്? കാരേജ് ഇൻവേർഡ് ആണ്. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അതും എടുക്കേണ്ടത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. പിന്നെ കണ്ട ഒരു ഐറ്റം സെയിൽസ് റിട്ടേൺ ഉണ്ട്. രണ്ടും ഒരുമിച്ച് വരേണ്ട സാധനമാണ്. കാരണം ഇത് രണ്ടും നോക്കണം. സെയിൽസ് തന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കേണ്ടത് സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസ് ഇന്നർ കോളത്തിൽ എഴുതണം, അല്ലെങ്കിൽ നേരെ സെയിൽസ് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. അപ്പൊ സെയിൽസ് ഉണ്ട് 57,000, സെയിൽസ് റിട്ടേൺ ഉണ്ട്. അതുകൊണ്ട് സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, ലെസ് സെയിൽസ് റിട്ടേൺ. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? തിയറി ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. സെയിൽസ് റിട്ടേണിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെ ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് അക്കൗണ്ട് അല്ലെ. സെയിൽസ് അക്കൗണ്ടില് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എന്ത് ചെയ്യണം? സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യണം. അത്രയും വ്യക്തമായിട്ട് എഴുതിയാൽ ആ മാർക്ക് കിട്ടും. 57,000 3,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 54,000. അപ്പൊ അവിടെ 2 പോയിന്റ് ആണ്. എവിടെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ക്രെഡിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടി ഉണ്ട് ചില കേസിൽ. അത് ഈ കേസിൽ വരും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സെയിൽസ് ലെസ് ചെയ്യണം. ചിലയിൽ 2 വരുള്ളൂ. വേജസിന്റെ ട്രീറ്റ്മെന്റ് എന്താ വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ഏതിന്റെ? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കണം. അപ്പൊ 2 പോയിന്റ് അവിടെ വരുന്നുള്ളൂ, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. പക്ഷെ സെയിൽസ് റിട്ടേണിന്റെ കേസിലോ 3 പോയിന്റ് വരും. 2 അല്ല. ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എന്തെന്ന് ലെസ് ചെയ്യണം? സെയിൽസ് ലെസ് ചെയ്യണം. ഇത്രയും ചെയ്ത് ഒരു ഐറ്റം കൂടി ഉണ്ട്. ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്? ഇൻകം ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. എവിടെയാണ് കൂടുതലുള്ളത് നോക്കുന്നു? ക്രെഡിറ്റ് സൈഡിലാണ്. 69,000 ഉണ്ട്. സെയിം എമൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതി ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണോ കൂടുതലുള്ളത് നോക്കുന്നു. ഇവിടെ ഡെബിറ്റ് സൈഡിൽ കുറവാണ്. ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം 54,000 ഉണ്ട്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു. സെയിം എമൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എമൗണ്ട് മുഴുവൻ ഇതൊന്ന് ലെസ് ചെയ്യുന്നു. 69,000 12,500 20,000 2,500 ലെസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും എമൗണ്ട് നിന്ന് ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ബാലൻസ്. അപ്പോൾ ഈ ബാലൻസ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രത്യേകത എന്തായിരിക്കും? 2 സൈഡ് ടോട്ടൽ ചെയ്താലും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ടോട്ടലും ഇവിടെ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിരിക്കും. ഈ 34,000 കൂടി ഇതിനോട് ആഡ് ചെയ്ത് ടോട്ടൽ ചെയ്യുമ്പോൾ കറക്റ്റ് എമൗണ്ട് ആയിരിക്കും കിട്ടുക. ബാലൻസ് 34,000 ആണ് ബാലൻസ് പറഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസിനെ ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല പറയാ. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസിനെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുക.
ശരിക്കും അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. ജേണൽ എൻട്രി എങ്ങനെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ടിന് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ആൻസർ വീട്ടിൽ പോയിട്ട് എഴുതണം. കണ്ടിരുന്നാൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അക്കൗണ്ടൻസി. അതുകൊണ്ടാണ് അതിന് സമയമെടുത്ത് പഠിക്കണം എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം, ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ എക്സാമിനേഷന് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അല്ലാഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റൂല. അടുത്ത ഒരു ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചോ. ഇത് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ട്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യാൻ ഞാൻ മതി, എടുക്കാൻ ഞാൻ മതി. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അല്ല, ഇതിൽ എന്ത് ചെയ്താൽ മതി, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തു, പർച്ചേസ് എടുത്തു, സെയിൽസ് അവിടെ എടുത്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. എന്തില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ എടുക്കണ്ട, അത്രയേ ഉള്ളൂ. അടുത്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് നമ്മൾ പഠിച്ചത്. കാരണം നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇല്ല. നമുക്ക് ഇനി എന്താ പഠിക്കാനുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പഠിക്കാനുണ്ട്. അക്കൗണ്ടൻസി പഠിക്കേണ്ടത് ഇങ്ങനെയല്ല. ശരിക്കും ഈ ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷെ പരീക്ഷ എടുത്ത സമയമായതുകൊണ്ടും ഇനി ടൈം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ച എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുക. ഇനി അടുത്ത സാധനമായിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും എന്തിലെടുക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്നത്. അതായത് ഇൻകവും എക്സ്പെൻസും എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് അസർട്ടൈനിങ് ഗ്രോസ് പ്രോഫിറ്റ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കി ഗ്രോസ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം എന്തുണ്ടാക്കിയതിനു ശേഷം, ജേണൽ ചെയ്തതിനു ശേഷം ലെഡ്ജറിലേക്ക് മാറ്റി എഴുതും. ലെഡ്ജറിലേക്ക് മാറ്റി എഴുതിയതിനു ശേഷം നമ്മൾ ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ഈ ട്രയൽ ബാലൻസിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. പക്ഷെ ഇത് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ട്രയൽ ബാലൻസിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസ് എന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കി അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് prepared to find out the net profit or net loss incurred by a business during an accounting period. ഒരു അക്കൗണ്ടിംഗ് പീരീഡില് ബിസിനസിന്റെ പ്രോഫിറ്റോ ലോസോ കണ്ടെത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റഡ് വിത്ത് ഓൾ ഇൻഡയറക്റ്റ് ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ലോസും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻഡയറക്റ്റ് ഇൻകവും പ്രോഫിറ്റ് എന്ത് ചെയ്യുകയും ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകവുമാണ് വരുന്നത്. അപ്പം നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കണ്ടു. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തായിരുന്നു, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരുന്നു. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്തിയപ്പോൾ അതെന്തായി, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയി. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് മുഴുവൻ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മുഴുവൻ എവിടെ എടുക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കും. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം ആണ് എടുത്തത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തായിരുന്നു, ഡയറക്റ്റ് ഇൻകം ആണ് എടുക്കുന്നത്. എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ? ഫസ്റ്റ് വേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് റിസൾട്ടിന് എന്താ പറയുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എടുക്കും, ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കും. ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ അത് എവിടെ എടുക്കും, ഡെബിറ്റ് സൈഡിൽ എടുക്കും. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടെത്തുന്നു. എന്നിട്ട് ഈ ഗ്രോസ് പ്രോഫിറ്റിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഇൻഡയറക്റ്റ് ഇൻകവും ആഡ് ചെയ്യും. ഇൻഡയറക്റ്റ് ഇൻകം എവിടെ എടുക്കും, ക്രെഡിറ്റ് സൈഡിൽ എടുക്കും. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും എവിടെ എടുക്കും, ഡെബിറ്റ് സൈഡിൽ എടുക്കും. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. ഇനി എല്ലാ ഈ ഓപ്പോസിറ്റ് സൈഡ് എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, നെറ്റ് ലോസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഇൻഡയറക്റ്റ് ഇൻകം മുഴുവൻ ക്രെഡിറ്റ് ചെയ്യണം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മുഴുവൻ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ്. പക്ഷെ ശരിക്കും ഇത് പഠിക്കാനും ഇതേപോലെ എളുപ്പമാണ്. കൂടുതൽ സമയം അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തൊക്കെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ,
ഒന്ന് ഓഫീസ് എക്സ്പെൻസ് ആണ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് മുഴുവൻ ഏതിലെടുക്കും? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസ് ഏതാണ്? ഓഫീസ് എക്സ്പെൻസ് ആണ്. കണ്ടില്ലേ? ഓഫീസ് സാലറി, അത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് എക്സ്പെൻസ്, ഇങ്ങനെ വരുന്ന ഓഫീസ് എക്സ്പെൻസ് ആണ് ഒന്ന് വരിക. പിന്നെയോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ടോ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വേണമെങ്കിൽ ഒരുമിച്ച് പറയും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അടുത്ത എന്താ വരിക? സെല്ലിംഗ് എക്സ്പെൻസ്. വിൽക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കും ഉണ്ടാകും. ഏതൊക്കെയാ സെല്ലിംഗ് എക്സ്പെൻസിൽ വരുന്നത്? ഇവിടെ നോക്കി കഴിഞ്ഞാൽ സെയിൽസ് എക്സ്പെൻസ് ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ഇതൊക്കെ സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. അപ്പൊ സെല്ലിംഗ് എക്സ്പെൻസ് വരും. പിന്നെയോ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പറഞ്ഞാൽ വെയർ ഹൗസ്, ഇത് സൂക്ഷിക്കാൻ ആവശ്യമായുള്ള സ്ഥലങ്ങൾ മറ്റൊക്കെയാണ്. എന്ത്? കാരേജ് ഔട്ട്വേർഡ്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, വിതരണം ചെയ്യാൻ ആവശ്യമായുള്ള ചെലവ്. അപ്പൊ ഓഫീസ് എക്സ്പെൻസ് വരും, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരും, സെല്ലിംഗ് എക്സ്പെൻസ് വരും, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വരും. ഇനി ഇത് കൂടാതെ ഏതാ വരിക? മെയിൻ്റനൻസ് എക്സ്പെൻസ്. മെയിൻ്റനൻസ് എക്സ്പെൻസ് ഇതിൽ വരും. അതായത് ഡിപ്രീസിയേഷൻ, മെയിൻ്റനൻസ്, ഇതൊക്കെ എന്താണ്? റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന മെയിൻ്റനൻസ് എക്സ്പെൻസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. പിന്നെയോ ഫിനാൻഷ്യൽ എക്സ്പെൻസ് എന്ന് പറയാം. ഫിനാൻഷ്യൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെടുത്തിട്ടുണ്ടാവും? ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുക, ഇതൊക്കെ ഫിനാൻഷ്യൽ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. പിന്നെയോ മെയിൻ ആയിട്ട് വരുന്ന ഓഫീസ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, മെയിൻ്റനൻസ് എക്സ്പെൻസ് ആൻഡ് ഫിനാൻഷ്യൽ എക്സ്പെൻസ്. ഇത്രയും സാധനങ്ങളാണ്, ഈ കാറ്റഗറി പെട്ട സാധനങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ അതർ ഐറ്റംസ് കൊണ്ട് കുറച്ച് കാര്യം കൂടി വരും. മെയിൻ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. സെയിൽസ് ഒഴിച്ച് ബാക്കി എല്ലാ തരത്തിൽപ്പെട്ട റവന്യൂസും, റെന്റ് റിസീവ്ഡ്, അതായത് ബിസിനസിന്റെ നേരിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലാതെ ബിസിനസിന് എന്തൊക്കെ ഇൻകം കിട്ടുന്നുണ്ടോ അത് മുഴുവൻ എവിടെ എടുക്കും? ക്രെഡിറ്റ് സൈഡിൽ എടുക്കും. നേരിട്ടുള്ള ആക്ടിവിറ്റീസ് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അവിടെ സെയിൽസ് ആണ്, അല്ലെ ക്ലോത്തിന്റെ സെയിലാണ്. അവിടെ മറ്റെന്തെങ്കിലും കാർ പാർക്കിങ്ങിന് അവർ അഡീഷണൽ ചാർജ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് ഇൻകം അല്ല, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. പിന്നെ അവരെന്ത് ചെയ്യുന്നു? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, കമ്മീഷൻ കിട്ടുന്നത്, ബൾക്കായിട്ട് സാധനം എടുക്കുന്ന സമയത്ത് കമ്മീഷൻ കിട്ടുന്നത്, ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാഷ് തിരിച്ചടയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ ഓർഡർ ക്യാൻവാസ് ചെയ്ത് കൊടുത്തതിന്റെ ഭാഗമായിട്ട് കമ്മീഷൻ വാങ്ങുന്നത്, ഇതൊക്കെ എന്തിൽ വരും? ഇൻഡയറക്റ്റ് ഇൻകത്തിൽ വരും. എന്തൊക്കെ ഇൻഡയറക്റ്റ് ഇൻകത്തിന് എക്സാമ്പിൾ? റെന്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, മിസ്ലീനിയസ് റിസീപ്റ്റ്, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. ഞാനിത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ ഇത് തന്നെ പറഞ്ഞിരിക്കേണ്ടി വരും, ഓരോ ഐറ്റം. നിങ്ങളിതൊന്ന് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഐറ്റംസ് ഒന്ന് പരിചയപ്പെടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് 8 മുതൽ 8:30 വരെയുള്ള സമയം വൈകുന്നേരം നിങ്ങളുടെ ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാം? പരീക്ഷ കഴിയുന്നവരെ അതിൽ ചോദിക്കാം. അപ്പൊ ആ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാ സമയത്ത് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമായിട്ട് ചോദ്യം വന്നേക്കാം. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഐറ്റം നോക്കുക, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് റിസൾട്ട് ആണ്. സാലറീസ് ഉണ്ട്, റെന്റ് ഉണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ. From the following information, prepare profit and loss account for the year ending 31st December 2002. Gross profit ഉണ്ട്, സാലറി ഉണ്ട്, റെന്റ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്, കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഉണ്ട്, റിപ്പയേഴ്സ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷൻ ഉണ്ട്, ലോ ചാർജസ് ഉണ്ട്. ഇത്രയും ഐറ്റംസ്. ഇത് അറിയേണ്ട എന്താണ്? ഡെബിറ്റിലാണോ എടുക്കേണ്ടത്? ക്രെഡിറ്റിലാണോ എടുക്കേണ്ടത്? എക്സ്പെൻസ് ആണോ? ഇൻകം ആണോ? ആദ്യം തന്നെ സാലറിയാണ്. സാലറി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എവിടെ എടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഏത് സൈഡിലാണ് എടുക്കുക? എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ്. അടുത്ത ഐറ്റം എന്താണ്? റെന്റ്. റെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? സാലറി, റെന്റ്, ഇൻഷുറൻസ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേപോലെ അഡ്വർടൈസിങ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്.
കമ്മീഷൻ റിസീവ്ഡ് ആണ്. കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റിസീവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റിപ്പയേഴ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ലോ ചാർജസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത്രയും ഐറ്റം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്, വേറെ ഒന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിലെ ഡയറക്റ്റ് എക്സ്പെൻസ് തന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ട്രേഡ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് അതിൽ എന്ത് തരും? ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഇൻഡയറക്റ്റ് ഇൻകോ തരും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇനി ഓരോ ഐറ്റം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ്? ട്രേഡ് അക്കൗണ്ട് പോലെ തന്നെ പേരിൽ മാത്രം മാറ്റം എന്താണ്? ഡെബിറ്റ് ക്രെഡിറ്റ് മാർക്ക് ചെയ്യണം. കാരണം അതെന്താണ്? അക്കൗണ്ട് ആണ്. എല്ലാ അക്കൗണ്ടിന്റെയും മുകളിൽ എന്ത് ചെയ്യണം? ഡെബിറ്റും ക്രെഡിറ്റും എൻഡിലായിട്ട് മെൻഷൻ ചെയ്യണം. സെൻട്രലായിട്ട് അക്കൗണ്ടിന്റെ പേര് കൊടുക്കുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഫസ്റ്റ് ഐറ്റം ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ വെച്ചിട്ടാണ്. ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ അല്ലെ? ഗ്രോസ് പ്രോഫിറ്റിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സാധനം എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. അടുത്ത ഐറ്റം എന്തായിരുന്നു? സാലറീസ് ആണ്. സാലറീസിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അത് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡ് കാണിച്ചു ടു സാലറീസ്. അടുത്ത ഐറ്റം എന്താണ്? റെന്റ് ആണ്. റെന്റിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. കാരണം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് ആണ് അടുത്തത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ എടുത്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുത്തു. അടുത്ത ഐറ്റം ഏതാ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ എടുക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്ത ഐറ്റം അഡ്വർടൈസിംഗ് ആയിരുന്നു. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ടു അഡ്വർടൈസിംഗ് ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തു. അടുത്ത ഐറ്റം വരുന്നത് എന്താണ്? കമ്മീഷൻ റിസീവ്ഡ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. കാരണം അത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻകം ഏത് സൈഡിൽ എടുക്കണം? ക്രെഡിറ്റ് സൈഡിൽ എടുക്കണം. കമ്മീഷൻ റിസീവ്ഡ് എന്നാണ് ക്രെഡിറ്റ് സൈഡിൽ എടുക്കും. അടുത്ത ഐറ്റം ഏതായിരുന്നു? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കണം. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞെടുത്തു. നെക്സ്റ്റ് വൺ ഏതാണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എടുത്തു. ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്രയാണ്? 400. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാംസ്. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എത്രയാണ്? 600 ആണ്. 600 എന്ത് ബാലൻസ് ആണ്? പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ അത് എവിടെ എടുക്കണം? ഡെബിറ്റ് സൈഡിൽ എടുക്കണം. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഡെബിറ്റ് സൈഡിൽ എടുത്തു. ഇനിയും ഐറ്റംസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? റിപ്പയേഴ്സ് ഉണ്ട്. റിപ്പയേഴ്സിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം ആയതുകൊണ്ട് തന്നെ അത് എവിടെ എടുത്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുത്തു. അടുത്തതോ ഡെപ്രീസിയേഷൻ. ഡെപ്രീസിയേഷൻ എത്രയാണ്? 600 ആണ്. അത് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുത്തു. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുത്തു. അടുത്തായിട്ട് ഏതായിരുന്നു? ലോ ചാർജസ്. ലോ ചാർജസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. എവിടെ എടുത്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാന്നുള്ളത്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എവിടെയാ കൂടുതലുള്ളത്? ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ഇവിടെയും ടോട്ടൽ ചെയ്ത് നോക്കുക, ഇവിടെയും ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പൊ മനസ്സിലാവും ഏത് സൈഡാ കൂടുതലുള്ളത്. അപ്പൊ ഏത് സൈഡാ കൂടുതലുള്ള? ക്രെഡിറ്റ് സൈഡാണ്. 84,900. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. കാരണം കണ്ടില്ല ഇവിടെ 82,000 ഇവിടെ ഉണ്ട്. ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ പോലും അത് കിട്ടൂല. അപ്പൊ എവിടെയാണ് കൂടുതൽ? 84,900 ഉണ്ട്. ഈ 84,900 സെയിം എമൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പൊ 84,900 ഇവിടെ കിട്ടി. ഈ ടോട്ടൽ ഇവിടെ ടോട്ടൽ കറക്റ്റ് ആണ്, ഇവിടെ കറക്റ്റ് അല്ല. ആ ഡിഫറൻസ്, അതായത് ഈ ടോട്ടലിൽ നിന്ന് ഇത്രയും എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് ആണ് എന്ത് പറയുന്നത്? അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 68,600 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. അപ്പൊ ഈ 68,600-നെ നമ്മൾ എന്ത് പറയും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ടിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസൾട്ടിനെ നമ്മൾ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. ഇതേ സാധനം കിട്ടിയത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നെറ്റ് ലോസ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസൾട്ടിനെ നമ്മൾ പറയുന്ന പേര് നെറ്റ് പ്രോഫിറ്റ് എന്നാണ്.
ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഇത്രയും പഠിക്കാനുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് മുഴുവൻ എവിടെ എഴുതുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഡയറക്റ്റ് ഇൻകം മുഴുവൻ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ബാലൻസ് ചെയ്യുന്നു, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മുഴുവൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നു. ഇൻഡയറക്റ്റ് ഇൻകം മുഴുവൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കുന്നു. ബാലൻസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം എന്തായിരുന്നു? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ആയിരുന്നു, രണ്ടാമത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരുന്നു. മൂന്നാമത്തേലേക്ക് പോവാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ട്രൂ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിന് അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും പൊസിഷൻ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? ബാലൻസ് ഷീറ്റ്. It is prepared at the end of the account period, immediately after the preparation of trading and profit and loss account. അല്ലെ? ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷമാണ് എന്തുണ്ടാക്കുന്നത്? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് നോട്ട് ആൻ അക്കൗണ്ട്, ഹെൻസ് ഡസ് നോട്ട് ഹാവ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്, നോട്ട് ആൻ അക്കൗണ്ട്. അതെന്തല്ല? അക്കൗണ്ട് അല്ല. ഹെൻസ് നോട്ട് ഹാവ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ്. ബാലൻസ് ഷീറ്റ് എന്താണ്? ഈസ് എ സ്റ്റേറ്റ്മെന്റ്, നോട്ട് ആൻ അക്കൗണ്ട്. അതെന്തല്ല? അക്കൗണ്ട് അല്ല. പ്രത്യേകം മനസ്സിലാക്കണം, നോട്ട് ആൻ അക്കൗണ്ട്. ഹെൻസ് ഡസ് നോട്ട് ഹാവ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ്. അതിനെന്തില്ല? ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഇല്ല. അപ്പം ബാലൻസ് ഷീറ്റിൽ എവിടെയാ എഴുതുക വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ പറയും ഡെബിറ്റ് സൈഡ്. ബാലൻസ് ഷീറ്റിന് ഡെബിറ്റ് സൈഡ് ഇല്ല, അതേതാണ്? ലൈബിലിറ്റി സൈഡ് ആണ്. ഇനി ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും, അത് ക്രെഡിറ്റ് സൈഡ് അല്ല, അതെന്താണ്? അസറ്റ് സൈഡ് എന്നാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ഹാസ് ഡസ് നോട്ട് ഹാവ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ദ ടു സൈഡ് ടോട്ടൽ മസ്റ്റ് ബി സെയിം. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തത് ശരിയാണോ ഇല്ല. കാരണം അതിന്റെ രണ്ട് സൈഡും എന്തായിരിക്കും? ടോട്ടൽ കറക്റ്റ് ആയിരിക്കും. Its agreement is a proof of arithmetical accuracy of adjustment made while preparing final accounts. Final account ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ arithmetical accuracy കറക്റ്റ് ആണോ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ബാലൻസ് ഷീറ്റിൽ എന്താ വരുന്നത്? ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡിൽ എടുക്കും? ലയബിലിറ്റി സൈഡിൽ എടുക്കും. അസറ്റ് എവിടെ എടുക്കും? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വളരെ എളുപ്പമാണ്. ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ എന്താണെങ്കിൽ ലയബിലിറ്റിയും ക്യാപിറ്റലും ആണെങ്കിൽ, അതായത് ഇതാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ബേസിക്കലി പഠിച്ചു വെക്കാനുള്ള സാധനം. ഇതാണ്, ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ എന്ന് അറിയണം. എക്സ്പെൻസും ഇൻകവും ആണെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഡയറക്റ്റ് ഇൻകം ആണോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഇൻഡയറക്റ്റ് ഇൻകം ആണോ എന്ന് പറയണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാം? ഫൈനൽ അക്കൗണ്ട്സ് പഠിക്കാം. അപ്പൊ ഒന്ന് തിരിച്ചറിയാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ക്ലാസ് റൂമിൽ കാണാം, ഒരു സൈഡിൽ മുഴുവൻ പെൺകുട്ടികളിരിക്കും, ഒരു സൈഡിൽ മുഴുവൻ ആൺകുട്ടികളിരിക്കും. ഇതുപോലെ എന്ത് ചെയ്യുന്നു? മനുഷ്യന്മാരെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ അക്കൗണ്ടുകളെ 6 ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. ശരിക്കും 5 ഗ്രൂപ്പാണുള്ളത്, പക്ഷെ നമ്മൾ 6 ഗ്രൂപ്പാക്കി തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരും ഡയറക്റ്റ് എക്സ്പെൻസ്, രണ്ടാമത്തെ ടീമിൽ വരും എന്താണ്? ഡയറക്റ്റ് ഇൻകം, മൂന്നാമത്തെ ടീമിൽ വരും എന്ത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, നാലാമത്തെ ടീമിൽ വരും ഇൻഡയറക്റ്റ് ഇൻകം, അഞ്ചാമത്തെ ടീമിൽ വരും ലൈബിലിറ്റിയും ക്യാപിറ്റലും, ആറാമത്തെ ടീമിൽ വരും അസറ്റ്. ഇനി ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 2 ഓർഡർ ഉണ്ട്. ലിക്വിഡിറ്റി ഓർഡറും പെർമനൻസി ഓർഡർ എന്ന് പറഞ്ഞിട്ട് 2 ഓർഡർ ഉണ്ട്. ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, വളരെ വേഗത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം എഴുതും. അസറ്റ് ആണെങ്കിൽ ക്യാഷാക്കി മാറ്റാൻ സാധ്യത കുറഞ്ഞ കാര്യങ്ങൾ, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റാത്ത സാധനങ്ങൾ അവസാനം എഴുതും. അതിനെയാണ് എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി ഓർഡർ. അതുപോലെ ലൈബിലിറ്റി ആണെങ്കിലോ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റി ആദ്യം എഴുതും. എന്തുകൊണ്ടാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആദ്യം എഴുതിയത്? ഭയങ്കര ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. സാധാരണ എന്താണ് ലോണിന്റെ ഇരട്ടിയോളം വരും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ഇൻട്രസ്റ്റ്. അപ്പൊ വളരെ കൂടിയ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലോൺ കൊടുക്കുന്നതിന് മുന്നേറ്റ് ഏത് കൊടുക്കാൻ ശ്രമിക്കും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാനാ ശ്രമിക്കാറ് സ്ഥാപനം.
അപ്പം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ബിൽസ് പേ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങൾ ആദ്യം എഴുതും. ഏറ്റവും അവസാനം സെറ്റിൽ ചെയ്യേണ്ട ക്യാപിറ്റൽ ആയിരിക്കും ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യുക, അവസാനം എഴുതാം. അപ്പം ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് ആണിത്. ഒന്ന് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ഇത് തന്നെയായി പോകും. കാരണം ഇതിൽ 2 തരം ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റിലത്തെ പാർട്ട് കറന്റ് അസറ്റ് ആണ്. അസറ്റ് സൈഡിൽ എന്ത് വരും, കറന്റ് അസറ്റ്. ഏത് വരെ, ഇത്രയും ഭാഗം. ഇത്രയും ഭാഗം കറന്റ് അസറ്റ് ആണ്. അല്ലെ, അസറ്റ് 2 കാറ്റഗറി ഉണ്ട്, കറന്റ് അസറ്റും പിന്നെ എന്താണ്, ഫിക്സഡ് അസറ്റും. അപ്പൊ ആദ്യം കറന്റ് അസറ്റ് എഴുതണം, പിന്നീട് ഫിക്സഡ് അസറ്റ് എഴുതണം. ഏത് ഓർഡറിൽ, ലിക്വിഡിറ്റി ഓർഡർ. പെർമനൻസി ഓർഡർ ആണെങ്കിൽ നേരെ റിവേഴ്സ് ആണ്. പെർമനൻസി ഓർഡർ സാധാരണ സോൾ ട്രേഡിംഗ് കൺസേൺ യൂസ് ചെയ്യുക ലിക്വിഡിറ്റി ഓർഡർ ആണ്. ഇവിടെ എന്താ എഴുതുക, കറന്റ് ലൈബിലിറ്റി അല്ലെ. കറന്റ് ലൈബിലിറ്റി എന്ത് ചെയ്യും, ഫസ്റ്റ് എഴുതും. ലോങ് ടേം ലൈബിലിറ്റീസ് എന്ത് എഴുതുന്നു, പിന്നീട് എഴുതുന്നു. ഇങ്ങനെയാണ് എന്ത് സാധാരണ കേസിൽ പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കുറച്ചൊരു ഐഡിയ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, 2 പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും, 2-3. അപ്പം അതിലേക്ക് പോവുകയാണ്. കാരണം ഇത് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ പഠിച്ച കുട്ടികളും ഉണ്ടാവും, തീരെ ഐഡിയ ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവും, കുറച്ച് എന്തെങ്കിലും ഐഡിയ ഉള്ള ആളുകളുണ്ടാവും. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നീട് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിൽ ഐറ്റമോ എന്താണെന്ന് മനസ്സിലാത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. അതുപോലെ പ്രോബ്ലം ഏതെങ്കിലും ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതൊന്ന് സമയത്ത് എന്ത് ചെയ്താൽ മതി, ആ ഹാഫ് ആൻ അവറിന്റെ ഉള്ളിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2016. അല്ലെ, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാ പറയുന്നത്. കുറച്ച് ഐറ്റം തന്നു, ക്യാപിറ്റൽ തന്നു, പ്രിമൈസസ് തന്നു. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണുള്ളത് അല്ലെ. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം. അതുപോലെ ലൈബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അപ്പൊ ഏത് സൈഡിൽ എടുക്കുക, ലൈബിലിറ്റി സൈഡിൽ എടുക്കേണ്ടത്. ക്യാപിറ്റൽ എടുക്കേണ്ട എവിടെയാണ്, ലൈബിലിറ്റി സൈഡ്, ഫസ്റ്റ് സൈഡ്. പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് ആണ്. പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അത് എടുക്കേണ്ട ഏത് സൈഡാണ്, അസറ്റ് സൈഡാണ് എടുക്കേണ്ടത്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് പറഞ്ഞാൽ എന്താണ്, അസറ്റ് ആണ്. നമ്മൾ അത് എടുക്കേണ്ട എവിടെയാണ്, അസറ്റ് സൈഡിലാണ്. വീഡിയോ ഓൺ ചെയ്തിരിക്കണേ. വീഡിയോ ഓൺ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അലസമായിട്ടായിരിക്കും ഇരുന്ന് പോവുക. വീഡിയോ ഓൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് ആണ്. അപ്പൊ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണം അത് അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ. ആറിനാണ് അറിയേണ്ടത്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, അസറ്റ്, ലൈബിലിറ്റി. ഈ 6 എണ്ണത്തിൽ ഏത് കാറ്റഗറി എന്ന് അറിയേണ്ടത്. ഈ ഏത് കാറ്റഗറി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ ഈ അസറ്റ് മുഴുവൻ എവിടെ എടുക്കുക, അസറ്റ് സൈഡിൽ എടുക്കുക. ലൈബിലിറ്റി മുഴുവൻ എവിടെ എടുക്കുക, ലൈബിലിറ്റി സൈഡ്. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈബിലിറ്റിയാണ്. സൺട്രി ഡെറ്റേഴ്സ്, ഇത് ഓരോന്ന് എന്താണെന്നും കൂടി പഠിച്ചു വെക്കണം കേട്ടോ. സൺട്രി ഡെറ്റേഴ്സ് നമുക്ക് കിട്ടാനുള്ള ക്യാഷാണ്, അസറ്റ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ക്യാഷാണ്, അതുകൊണ്ട് തന്നെ അത് ലൈബിലിറ്റിയാണ്. മിഷനറി എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വസ്തുക്കളാണ് എന്ത്, അസറ്റ്. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതിനെയാണ് എന്ത് പറയാ, ലൈബിലിറ്റി. ലോൺ ടു കുമാർ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പലരും തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ലോൺ ടു കുമാർ എപ്പോഴെങ്കിലും ഒക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണാറുള്ളൂ. ലോൺ ടു കുമാർ, ലോൺ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആണ്. ലോൺ ടു കുമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുത്ത ലോണാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. ലോൺ ഫ്രം കുമാർ ആണെങ്കിൽ അത് ലൈബിലിറ്റി ആയിരുന്നു. ലോൺ ടു കുമാർ ആയതുകൊണ്ട് തന്നെ അത് ലൈബിലിറ്റി അല്ല, അത് അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ക്യാഷ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിലുള്ള ക്യാഷ്. ഡ്രോയിങ്സ്,
ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രോയിങ്സിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം സാധാരണ അസറ്റ് സൈഡിലാണ് വരേണ്ടത്. പക്ഷേ അസറ്റ് സൈഡിൽ എടുക്കുന്നതിന് പകരം ലൈബിലിറ്റി സൈഡിൽ എന്ത് ചെയ്താൽ മതി? ലെസ് ചെയ്താൽ മതി. ഏത്? ക്യാപിറ്റലിൽ നിന്ന്. ലൈബിലിറ്റി സൈഡിൽ ലെസ് ചെയ്യും. ഏതെന്നാ ലെസ് ചെയ്യുക? ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യും. ഏത്? ഡ്രോയിങ്സ്. നെറ്റ് പ്രോഫിറ്റ് എവിടെയാണ്? ലൈബിലിറ്റി സൈഡാണ്. ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് ആണ്. എവിടെ എടുക്കും? അസറ്റ് സൈഡ്. അപ്പൊ ഒരു ഐറ്റം എവിടെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി അല്ലേ? ഇതിൽ 3, 2, 5 ഐറ്റം ലൈബിലിറ്റി സൈഡിലും ബാക്കി മുഴുവൻ ഐറ്റം നമ്മൾ എവിടെ എടുക്കും? അസറ്റ് സൈഡിലും എടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറി പെട്ടതാണ്, ഈ 6 എണ്ണത്തിൽ ഏത് കാറ്റഗറിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നന്നായി പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കാൻ ഒന്നുമില്ല അല്ലെ? നമ്മൾ കളർ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നു? 4 കളർ, ഇത് പച്ചയാണ്, ഇത് മഞ്ഞയാണ്, ഇത് കറുപ്പാണ്, ഇത് എന്താണ് വെള്ളയാണെന്ന് പറഞ്ഞിട്ട് ഒരു 4 ബോക്സ് എടുത്ത് കൊടുത്തിട്ട് പച്ച മുഴുവൻ പച്ചയിലേക്കും, ചുവപ്പ് മുഴുവൻ ചുവപ്പിലേക്കും, മഞ്ഞ മുഴുവൻ മഞ്ഞയിലേക്കും, വെള്ള മുഴുവൻ വെള്ളയിലേക്കും എടുത്തിടാൻ പറയുന്ന പോലെയാണ്. നമ്മളോട് 6 സാധനം തരുന്നു. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടായിരിക്കും, ഡയറക്റ്റ് ഇൻകം ഉണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടായിരിക്കും, അസറ്റ് ലൈബിലിറ്റി ഉണ്ടായിരിക്കും, അസറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആ സ്ഥലത്ത് കൊണ്ടുപോയി എഴുതണം. ഒന്നാമത്തെ ബോക്സ് എന്തിനുള്ളതാണ്? ഡയറക്റ്റ് എക്സ്പെൻസിനുള്ളതാണ്. രണ്ടാമത്തെ ബോക്സ് ഡയറക്റ്റ് ഇൻകം എഴുതാനുള്ളതാണ്. മൂന്നാമത്തെ ബോക്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എഴുതാനുള്ളതാണ്. നാലാമത്തെ ബോക്സ് ഇൻഡയറക്റ്റ് ഇൻകം എഴുതാനുള്ളതാണ്. അഞ്ചാമത്തെ ബോക്സ് ലൈബിലിറ്റി എഴുതാനുള്ളതാണ്. ആറാമത്തെ ബോക്സ് അസറ്റ് എഴുതാനുള്ളതാണ്. അപ്പൊ ഒരു അക്കൗണ്ടിന്റെ നേച്ചർ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന സാധനമാണ്. 3rd ചാപ്റ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ? റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അത് അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ എന്നുള്ളത്. അപ്പൊ ആ ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ പഠിച്ച ഒരാളെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും പരിചയപ്പെടാം. ആദ്യത്തെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ആയിരുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ മനസ്സിലാക്കി അസറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞെടുത്തു. സെക്കൻഡ് ഐറ്റം നമ്മൾ മനസ്സിലാക്കി ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്താന്ന് മനസ്സിലാക്കി. എന്തായിരുന്നു? ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്. നമ്മൾ ഏത് സൈഡിൽ എടുക്കുന്നു? അസറ്റ് സൈഡിൽ എടുക്കുന്നു. അടുത്ത ഐറ്റം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്താ നമ്മൾ മനസ്സിലാക്കി. അസറ്റ് ആണ്. നമ്മൾ എവിടെ എടുക്കുന്നു? അസറ്റ് സൈഡിൽ എടുക്കുന്നു. അടുത്ത ഐറ്റം നമ്മൾ മനസ്സിലാക്കി സൺട്രി ഡേറ്റേഴ്സ്. ഞാനതൊന്ന് ഓർഡർ ചെയ്തിട്ടാണ് എഴുതിയത്. സൺട്രി ഡേറ്റേഴ്സ്. സൺട്രി ഡേറ്റേഴ്സ് എവിടെയാ? അസറ്റ് ആണ്, അതുകൊണ്ട് അസറ്റ് സൈഡിൽ എടുക്കണം. പിന്നെയോ ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, അസറ്റ് സൈഡിൽ എടുക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് ആണ്, അസറ്റ് സൈഡിൽ എടുക്കണം അല്ലെ? ഇത്രയും ഐറ്റം അസറ്റ് ആണ്. മുഴുവൻ ഒരു ഓർഡറിൽ അസറ്റ് സൈഡിൽ എഴുതി. ചെറിയ വ്യത്യാസം ഒന്നും വന്നാൽ പ്രശ്നമില്ലേ? ശരിക്കും എന്താണ്? ബിൽ റിസീവബിൾ സൺട്രി ഡേറ്റേഴ്സിന്റെ മുകളിലാണ് വരേണ്ടത്. ചെറിയ വ്യത്യാസങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷെ ക്യാഷ് ഇൻ ഹാൻഡും ആദ്യം എഴുതാൻ ശ്രമിക്കുക, ഗുഡ് വിൽ അവസാനം എഴുതാൻ ശ്രമിക്കുക എപ്പോഴും. അല്ലെങ്കിൽ കറന്റ് അസറ്റ് ആദ്യത്തെ കാറ്റഗറിയിൽ എഴുതണം, എന്നിട്ടേ ഫിക്സഡ് അസറ്റ് തുടങ്ങാൻ പാടുള്ളൂ. ലോൺ ടു കുമാർ. ക്ലോസിംഗ് സ്റ്റോക്കിന് ശേഷം നമ്മൾ ലോൺ ടു കുമാർ കൊടുത്ത അസറ്റ് ആയതുകൊണ്ട് അസറ്റ് സൈഡിൽ എടുത്തു. മിഷനറി അസറ്റ് ആണ്, നമ്മൾ അസറ്റ് സൈഡിൽ എടുക്കുന്നു. അടുത്ത ഐറ്റം ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ആണ്, അസറ്റ് ആണ്, അസറ്റ് സൈഡിൽ എടുത്തു. പ്രിമൈസസ് അസറ്റ് ആണ്, അസറ്റ് സൈഡിൽ എടുത്തു. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ ഒരുമിച്ച് പറയുന്ന പേരാണെന്ത്? പ്രിമൈസസ്. ലാൻഡും അതിനോട് ചേർന്നുള്ള ബിൽഡിങ്ങും അതിനോട് ചേർന്ന ലാൻഡിനും പറയുന്ന പേരാണ് പ്രിമൈസസ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ആണ്. അപ്പൊ ലൈബിലിറ്റി സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ്? ലൈബിലിറ്റി ആണ്, അതുകൊണ്ട് തന്നെ ലൈബിലിറ്റി സൈഡിലേക്ക് എടുക്കണം. അടുത്ത ഐറ്റം എന്താണ്? ബിൽസ് പേയബിൾ. ലൈബിലിറ്റി ആണ്, ലൈബിലിറ്റി സൈഡിലേക്ക് എടുത്തു. അടുത്ത ഐറ്റം ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ എഴുതണം. എന്തുകൊണ്ടാണ്? അതിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്? ഇപ്പം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, ഡ്രോയിങ് അഡ്ജസ്റ്റ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് എന്താ ചെയ്യുക? ആഡ് ചെയ്യും. എന്തുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്? അത് ഓണർക്കുള്ളതാണ്. സ്ഥാപനത്തിന്റെ ലാഭം ആർക്കുള്ളതാണ്? ഓണർക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റലിനോട് കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് എന്തുകൊണ്ടാണ് ലെസ് ചെയ്യുന്നത്? അത് ഓണർ സ്ഥാപനത്തിന് വിഡ്രോ ചെയ്ത എമൗണ്ട് ആണ്. അപ്പൊ അയാളുടെ ക്യാപിറ്റലിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 79,900 കിട്ടി. നെറ്റ് പ്രോഫിറ്റ് എവിടുന്നാ കിട്ടിയത്? നമ്മളിപ്പം ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ്. ഇനി നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ അടുത്ത് എന്താണ്? ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ത് ചെയ്യുന്നു? ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. നെറ്റ് 79,900 ഡ്രോയിങ്സ് ലെസ് ചെയ്തു. 76,900 ആണ്. ടോട്ടൽ ചെയ്ത സമയത്ത് 1,04,200 കിട്ടി. സെയിം എമൗണ്ട് ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കുന്നു, 1,04,200. ഇതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മള്
രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകളാണുള്ളത്, പെർമനന്റ് അക്കൗണ്ടും ടെമ്പററി അക്കൗണ്ടും. പെർമനന്റ് അക്കൗണ്ടുകൾ ആണ് അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും. ടെമ്പററി അക്കൗണ്ടുകളാണ് ഇൻകവും എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂവും എക്സ്പെൻസും. അല്ലെ, രണ്ട്. എന്തുകൊണ്ടാണ് പെർമനന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഇയർ എൻഡിങ്ങിൽ ഒരു അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുകളെ പറയുന്ന പേരാണ് പെർമനന്റ് അക്കൗണ്ട്. ഇയർ എൻഡിങ് ആവുന്ന സമയത്ത് ഒരു അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ ആ അക്കൗണ്ടുകളെ പറയുന്ന പേരാണ് ടെമ്പററി അക്കൗണ്ട്. ടെമ്പററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൽക്കാലത്തേക്ക്. അപ്പോൾ ഓരോ വർഷവും അവസാനിക്കുന്ന അക്കൗണ്ടുകളാണ് ടെമ്പററി അക്കൗണ്ട്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റവും എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. അവിടെ പർച്ചേസ് എന്ന് പറയുന്ന ഐറ്റം അവിടെ വരുന്ന സമയത്ത് അവിടെ ഒരു ജേണൽ എൻട്രി വരുന്നുണ്ട്. എന്താ ജേണൽ എൻട്രി? അവിടെ വരുന്ന ജേണൽ എൻട്രി ആണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ. ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. അങ്ങനെ പർച്ചേസിന്റെ ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പർച്ചേസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇയർ എൻഡിങ്ങില് ക്ലോസ് ചെയ്യേണ്ട അക്കൗണ്ടുകളാണ് റവന്യൂ അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ട്. എല്ലാ റവന്യൂ അക്കൗണ്ട്, എല്ലാ എക്സ്പെൻസ് അക്കൗണ്ട് ഇയർ എൻഡിങ്ങിൽ എന്തെങ്കിലും ക്ലോസ് ചെയ്യും. അതാണ് ക്ലോസിംഗ് എൻട്രി ആണത്. പർച്ചേസിന്റെ ക്ലോസിംഗ് എൻട്രി ആണത്. സെയിൽസിന്റെ ക്ലോസിംഗ് എൻട്രി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാ. സെയിൽസ് അക്കൗണ്ട് അറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് വരുന്നത്? സെയിൽസ് വരുന്നത്. ഇയർ എൻഡിങ്ങിൽ നമ്മൾ ഈ അക്കൗണ്ടുകൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യും. അപ്പം ആ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ അക്കൗണ്ടുകൾ പിന്നെ ഉണ്ടാവില്ല. ഏത് അക്കൗണ്ട്? റവന്യൂ അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും ഇയർ എൻഡിങ്ങിൽ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് ടെമ്പററി അക്കൗണ്ട് എന്ന് പറയുന്നത്. പെർമനന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലോ അത് നമ്മൾ ക്ലോസ് ചെയ്യില്ല, അത് ബിസിനസ്സിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ ആയതുകൊണ്ടാണ് അത് നമ്മൾ എവിടെ കൊണ്ട് എഴുതുന്നത്? ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിൽ എന്താ എഴുതുക? ബാലൻസ് ഉള്ള അക്കൗണ്ട്. ഏതാ ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ? എല്ലാ അസറ്റ് അക്കൗണ്ടും ലൈബിലിറ്റി അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഉണ്ടാവും. അപ്പൊ ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം പെർമനന്റ് അക്കൗണ്ട് ആയിട്ടുള്ള അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും നമ്മൾ ഏതിലെടുക്കുക? ബാലൻസ് ഷീറ്റിലാണ് എടുക്കുക. ടെമ്പററി അക്കൗണ്ട് ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻസ് ഇൻകംസ് ഇതിലെടുക്കുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം പെർമനന്റ് അക്കൗണ്ട് ആയിട്ടുള്ള അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും നമ്മൾ എവിടെ എടുക്കുന്നു? ബാലൻസ് ഷീറ്റിൽ എടുക്കുന്നു. ടെമ്പററി അക്കൗണ്ടുകളായിട്ടുള്ള റവന്യൂവും എക്സ്പെൻസും ഇയർ എൻഡിങ്ങിൽ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെ, ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നാമത്തെ ബോക്സിൽ എടുക്കും. രണ്ടാമത്തെ ബോക്സിൽ എന്തെടുക്കും? ഡയറക്റ്റ് ഇൻകം എടുക്കും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഏതാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ക്രെഡിറ്റ് സൈഡിൽ ഏതാണ്? ഇൻഡയറക്റ്റ് ഇൻകം. അപ്പൊ ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കുക? ഡയറക്റ്റ് ഇൻകം ആണോ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കുക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കുക? ഇൻഡയറക്റ്റ് ഇൻകം ആണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കുക? ഇനി ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ ലൈബിലിറ്റീസും ക്യാപിറ്റലും അഞ്ചാമത്തെ ബോക്സിൽ എടുക്കുന്നു. ആറാമത്തെ ബോക്സിൽ ഏതെടുക്കുന്നു? അസറ്റ് എടുക്കുന്നു. അപ്പം ഫൈനൽ അക്കൗണ്ട്സ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്തറിയണം? ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഡയറക്റ്റ് ഇൻകം ആണോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഇൻഡയറക്റ്റ് ഇൻകം ആണോ, അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ നമുക്കറിയണം. അങ്ങനെ ഈ ഐറ്റത്തിനെ അതിന്റെ നേച്ചർ മനസ്സിലാക്കിയിട്ട് 6 ബോക്സിലേക്ക് എഴുതുന്നതിനെ പറയുന്ന പേരാണ് ഫൈനൽ അക്കൗണ്ട്സ്. അല്ലെ, ഒന്നാമത്തെ ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നും, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ റിസൾട്ടിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നും, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ റിസൾട്ട് ഒന്നുമില്ല, രണ്ട് സൈഡും തുല്യമായാൽ മാത്രം മതി. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അത് എങ്ങനെയാ പഠിക്കുക, എങ്ങനെയാ തിരിച്ചറിയാന്നുള്ളതായിരിക്കും ചോദ്യം. അത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് നോക്കി പഠിക്കുക. അല്ലെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്ററും പഠിച്ച ഒരാൾ അറിയാതെ അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ 1, 3 പഠിക്കാത്ത ഒരാൾ എങ്ങനെ പഠിക്കുന്നു വെച്ചാൽ, 1, 3 അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് വന്നത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് വന്നത്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് വന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലുള്ള സാധനം എന്തായിരിക്കും? ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം ആയിരിക്കും. രണ്ടാമത്തെ അക്കൗണ്ടിലുള്ള സാധനം ഏതായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലുള്ള സാധനം എന്തായിരിക്കും? ലൈബിലിറ്റീസും അസറ്റും ആയിരിക്കും. അപ്പൊ അത് നോക്കി പഠിച്ചാൽ തന്നെ പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി? അസറ്റ് എന്താണ്, ലൈബിലിറ്റി ഏതാണ്, ക്യാപിറ്റൽ എന്താണ്, ഇൻകം ഏതാണ്, എക്സ്പെൻസ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തൊരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഇതില് നമുക്ക് എല്ലാ സാധനവും ഉണ്ട് അല്ലെ. ലൈബിലിറ്റി ഉണ്ട്. നേരത്തെ നമുക്ക് തന്നെ വളരെ എളുപ്പമായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം മാത്രമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ഇൻകം മാത്രമേ ഉള്ളായിരുന്നു.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അസറ്റും ലൈബിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ എന്താ സ്ഥിതി? ഈ പറഞ്ഞ 6 സാധനമുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്ത് ഈ 6 കോളത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇനി നോക്കാം നമുക്ക് ഇതിലേക്ക്. From the following balances taken from the books of Pritham, prepare the trading and profit and loss account for the year ending 31st December 2006. അല്ലെ, ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഡേറ്റ് തന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. എന്തിനാണ് ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്? ആ ഡേറ്റ് ആ സ്റ്റേറ്റ്മെന്റിന്റെ മുകളിൽ കൊടുക്കണം. ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. അപ്പം ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് മൂന്നും ഒരുമിച്ച് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നു ക്യാപിറ്റൽ അല്ലെ. ഫസ്റ്റ് ഐറ്റം എന്താണ്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഏത് കാറ്റഗറിയാണ്? ലൈബിലിറ്റി ആണ് അല്ലെ. അപ്പം ബാലൻസ് ഷീറ്റില് ലൈബിലിറ്റി സൈഡിലാണ് എന്ത് എടുക്കേണ്ടത്? ക്യാപിറ്റൽ എടുക്കേണ്ടത്. ബാലൻസ് ഷീറ്റില് ലൈബിലിറ്റി സൈഡ്. അടുത്ത ഐറ്റം ഏതായിരുന്നു? ബിൽഡിംഗ് ആയിരുന്നു. ബിൽഡിംഗ് എവിടെ എടുക്കുക? ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിലാണ് ബിൽഡിംഗ് എടുക്കേണ്ടത്. അടുത്ത ഐറ്റം എന്താണ്? മിഷനറി ആണ്. അപ്പൊ മിഷനറി എവിടെ എടുക്കുക? ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡ്. അപ്പൊ നമ്മളിത് പറയുന്ന സമയത്ത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണോ എടുക്കേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ എടുക്കേണ്ടത്, ബാലൻസ് ഷീറ്റിലാണോ എടുക്കേണ്ടതെന്ന് എന്ത് ചെയ്യണം? പ്രത്യേകം അറിയണം. അപ്പൊ ക്യാപിറ്റലും ബിൽഡിങ്ങും മിഷനറി എവിടെ എടുക്കുന്നത്? മൂന്നും ബാലൻസ് ഷീറ്റിലാണ്. അതിൽ ക്യാപിറ്റൽ ഏത് സൈഡിലാണ് എടുക്കേണ്ടത്? വീണ്ടും രണ്ട് സൈഡ് ഉണ്ടല്ലോ. ക്യാപിറ്റൽ എടുക്കേണ്ടത് ലൈബിലിറ്റി സൈഡിലാണ്, ബിൽഡിങ്ങും മിഷനറി എടുക്കേണ്ടത് അസറ്റ് സൈഡിലാണ്. ഡെറ്റേഴ്സ് എവിടെയാണ് എടുക്കേണ്ടത്? ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്, കാരണം അസറ്റ് ആണ്. ജനറൽ എക്സ്പെൻസ് എവിടെ എടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുക. എവിടെ എടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് സൈഡാണ് ജനറൽ എക്സ്പെൻസ് എടുക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം എന്തെടുക്കാൻ? ജനറൽ എക്സ്പെൻസ് എടുക്കാൻ. റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. ഇവിടെ എടുക്കുക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. ഇതൊന്നും എഴുതി വെക്കണ്ട, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. പ്രൊപ്രൈറ്റേഴ്സ് ഡ്രോയിങ്സ്. പ്രൊപ്രൈറ്റേഴ്സ് ഡ്രോയിങ്സ് എന്ന ഡ്രോയിങ്ങിനെ പറയുന്ന പേരാണ്. പ്രൊപ്രൈറ്റേഴ്സ് ഡ്രോയിങ് എവിടെ എടുക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രൊപ്രൈറ്റേഴ്സ് ഡ്രോയിങ് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. പ്രൊപ്രൈറ്റേഴ്സ് ഡ്രോയിങ്സ് എവിടെ എടുക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻസ്. അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. പ്രൊഡക്റ്റീവ് എക്സ്പെൻസ് എവിടെ എടുക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻസ് എവിടെ എടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. അതേപോലെ വരുന്ന ഒരു സാധനമാണ് ട്രേഡ് എക്സ്പെൻസ്. ട്രേഡ് എക്സ്പെൻസ് എവിടെ എടുക്കുക? വീഡിയോ ഓൺ ചെയ്തിരിക്കണേ. ട്രേഡ് എക്സ്പെൻസ് അമൃത, ട്രേഡ് എക്സ്പെൻസ് എവിടെ എടുക്കാം? അമൃത പോയോ? അമൃത ഓൺ ചെയ്തോ? ട്രേഡ് എക്സ്പെൻസ് എവിടെ എടുക്കാം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ? ട്രേഡിംഗ് അക്കൗണ്ടിൽ. അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കുക. മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എവിടെ എടുക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കും. മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് എവിടെ എടുക്കുക? മാനുഫാക്ചറിംഗ് അക്കൗണ്ട് അല്ല, മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കേണ്ടത് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ചില വർഷങ്ങളിൽ 1-2 വർഷങ്ങൾ അത് കണ്ടിട്ടുണ്ട്. ട്രേഡ് എക്സ്പെൻസ് തെറ്റിക്കുന്ന ഒരു സാധനമാണ് കുട്ടികൾ പൊതുവെ. പ്രൊഡക്റ്റീവ് എക്സ്പെൻസ് എവിടെ എടുക്കുക?
ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻസ് എടുക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. കാരേജ് ഇൻവേർഡ്. അതുപോലെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, തെറ്റിച്ചും കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും മറക്കൂല. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, തെറ്റുന്നത് നമുക്ക് പുതിയ കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും തെറ്റുകൾ ലൈഫിൽ പറ്റുന്നത് നല്ലതാണ്, പക്ഷെ തെറ്റിയ തെറ്റുകൾ അതിനെ ആവർത്തിക്കരുതെന്ന് മാത്രം. അപ്പൊ ഇനി എന്ത് ചെയ്യരുത്, ട്രേഡ് എക്സ്പെൻസ് എവിടെ എടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണെന്ന് മനസ്സിലാക്കണം. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. അപ്പൊ സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നത്. കാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ സാധനം ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ആണ്. അതെന്താ എടുക്കുക, ട്രേഡിംഗ്. കാരേജ് ഇൻവേർഡും കാരേജ് ഔട്ട്വേർഡും മാറിപ്പോരുത്. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്താണ്, അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കണം. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുന്നതാണ്, അല്ലെ, പുറത്തേക്ക് പോകുന്നതാണ്. അത് ഏതായിരിക്കും, പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. പർച്ചേസ് റിട്ടേൺ എവിടെ എടുക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് ലെസ് ചെയ്യണം. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പർച്ചേസ് റിട്ടേൺ. സാലറീസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം, കാരണം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കണം. സ്റ്റോക്ക് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ബിൽസ് പേയബിൾ, ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ. അപ്പൊ ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റ്മെന്റിലാണ് എടുക്കേണ്ടത്, 3 എണ്ണമാണ് അല്ലെ, 2 അക്കൗണ്ട് 1 സ്റ്റേറ്റ്മെന്റ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ട്രേഡിംഗ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ എടുക്കേണ്ടതെന്നൊന്നും അറിയാം. രണ്ടാമത്തത് ഏത് സൈഡിലാണ്, അല്ലെ, ഓരോന്നിനും 2 സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും. ഏതിനെ, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ നമ്മൾ പറയും അസറ്റ് ഓർ ലൈബിലിറ്റി. സെയിൽസ് എവിടെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ആണോ, അല്ല, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്. പർച്ചേസസ് എവിടെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. എല്ലാത്തിലും കണ്ടില്ലേ 2 എണ്ണം. എന്തിനാ 2 എണ്ണം വന്ന്, ഒന്ന് ഈ 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 3 എണ്ണം ഉണ്ട് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതിലാണ് വരേണ്ടതെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ മനസ്സിലാക്കേണ്ട ഏതാണ്, അതിന് 2 സൈഡ് ഉണ്ടായിരുന്നു, ഇതിൽ ഏത് സൈഡിലാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി ചിലപ്പം വരുന്നു പറഞ്ഞു. ഏതാണ്, ഇവിടെ പ്രൊപ്രൈറ്റേഴ്സ് ഡ്രോയിങ് കണ്ടില്ലേ, ലെസ് ചെയ്യണോ ആഡ് ചെയ്യണോ എന്ന് പറയണം. അതാണ് ചില കേസിൽ മാത്രം വരുന്നതാണ് മൂന്നാമത്തെ കാര്യം. ഈ 3 പോയിന്റ് ആണ് ഓരോ ഐറ്റം കിട്ടുമ്പോഴും നമുക്ക് അറിയേണ്ടത്. അടുത്ത എന്താണ്, വേജസ് ആണ്. വേജസ് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്കറിയാം അസറ്റ് ആണ്, അപ്പം ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. സൺട്രി ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം ലൈബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡ്. റിട്ടേൺസ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസ് റിട്ടേൺ ആണ്, ഉള്ളിലേക്ക് വന്ന റിട്ടേൺ ആണ് അല്ലെ. നമ്മൾ വിറ്റ സാധനമാണ് തിരിച്ചുള്ളിലേക്ക് വരിക. അപ്പൊ റിട്ടേൺസ് ഇൻവേർഡ് എവിടെയാ വരിക, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്. അപ്പം ഓരോ ഐറ്റവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ എടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ എടുക്കുക, ബാലൻസ് ഷീറ്റിലാണോ എടുക്കുക. രണ്ടാമത്തെ അറിയേണ്ടത് അത് ഫസ്റ്റ് സൈഡിലാണോ സെക്കൻഡ് സൈഡാണോ. ഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ അസറ്റ്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അസറ്റ് സൈഡ് എന്ന് പറയും. സെക്കൻഡ് സൈഡിന് എന്ത് പറയും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും, ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ എന്ത് പറയും, അസറ്റ് സൈഡ് എന്ന് പറയും. അപ്പൊ ഇത്രയും പഠിക്കാനുള്ളൂ എന്തില്, ഫൈനൽ അക്കൗണ്ട്സ്. ഇത് അത്ര വലിയ പ്രയാസമുള്ള സാധനം അല്ല. ഇനി വേറെ ഒരു സാധനം കൂടി ഞാൻ പുതിയതായിട്ട് പറയാൻ പോവാണ്. ഇനി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുക എന്താണ്, ലെഡ്ജർ അക്കൗണ്ടിന്റെയും അഡീഷണൽ ഇൻഫർമേഷന്റെയും സഹായത്തോടു കൂടിയാണ് ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ലെഡ്ജർ അക്കൗണ്ട് ആണ് ഇപ്പം പറഞ്ഞത്. ലെഡ്ജർ അക്കൗണ്ട് ഒറ്റ സ്ഥലത്തേ എടുക്കുള്ളൂ അല്ലെ. ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. അത് ഏതെങ്കിലും ഒരു സൈഡിൽ എടുക്കണം. ഇതാണ് ലെഡ്ജർ അക്കൗണ്ടിലെ ബാലൻസ് എടുക്കുക. അഡീഷണൽ ഇൻഫർമേഷൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട സമയത്ത് കണ്ടിട്ടുണ്ടാവും. ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസ് കൂടാതെ ഈ അക്കൗണ്ടിന്റെ പുറത്തായിട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റം തരും. സെക്കൻഡ് ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത് അഡീഷണൽ ഇൻഫർമേഷൻ. ഈ അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാത്ത സാധനങ്ങളാണ്. നമ്മൾ പഠിക്കുന്നത് ഏത് സിസ്റ്റമാണ്? ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അതിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഓരോ ട്രാൻസാക്ഷൻ എന്ത് വേണം? ഡെബിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യണം, ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യണം.
ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ലെഡ്ജറിൽ വന്നതാണ്. ലെഡ്ജർ ബാലൻസിന്റെ പ്രത്യേകത എന്താ? അത് നമ്മൾ ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അഡീഷണൽ ഇൻഫർമേഷന്റെ കാര്യത്തിന്റെ എന്താണ്? അവിടെ ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ അഡീഷണൽ ഇൻഫർമേഷനിൽ തരുന്ന സാധനങ്ങൾ മുഴുവൻ ഇതുവരെ റെക്കോർഡ് ചെയ്യാത്തതാണ്. റെക്കോർഡ് ചെയ്യാത്ത എല്ലാ സാധനങ്ങളും റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യണം. ഡെബിറ്റ് ആസ്പെക്ട് റെക്കോർഡ് ചെയ്യണം, ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യണം. വീഡിയോ ഓൺ ചെയ്യണേ, പലരും ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ക്ലാസ്സിൽ. അഡീഷണൽ ഇൻഫർമേഷൻ തരുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ രണ്ട് ആസ്പെക്ട് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ എക്സാമിന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കും. എങ്ങനെയാണ്, എവിടെയാണ് ട്രീറ്റ്മെന്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വരാറുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തന്നെങ്കിൽ ഒറ്റ സ്ഥലത്ത് എടുത്താൽ മതി. എവിടെ മാത്രമായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ തന്നെ എടുക്കേണ്ടത്? ഗോപിക, എവിടെയാണ് എടുക്കേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് തരുന്നത് ട്രയൽ ബാലൻസിലാണെങ്കിൽ എവിടെ എടുക്കേണ്ടത്? ഒറ്റ സെക്കൻഡ്, അൺമ്യൂട്ട് ചെയ്തോ. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തന്നെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രം എടുത്താൽ മതി. ഒരിക്കലും അത് ട്രേഡ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കരുത്. എക്സാമിന് 1 വേർഡ് ചോദിക്കുന്ന ഒരു സാധനമാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തന്നെങ്കിൽ എവിടെ എടുക്കുക? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. സാധാരണ കേസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ തരൂല? ട്രയൽ ബാലൻസ് തരൂല. എവിടെയാ തരിക? അഡ്ജസ്റ്റ്മെന്റിലാണ് തരിക. അഡ്ജസ്റ്റ്മെന്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നാൽ 2 സ്ഥലത്ത് കാണിക്കണം. എവിടേക്കാണ് കാണിക്കേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കണം. എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കണം എന്ന് പറയാൻ കാരണം, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, പിന്നെ അസറ്റ് സൈഡിലല്ലേ കാണിക്കേണ്ടത്. അസറ്റ് സൈഡ് കാണിക്കണം. അതുകൊണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസ് എന്ന് അവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കണം. പിന്നെ എന്തിനാ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്? മാച്ചിങ് പ്രിൻസിപ്പിൾസിന്റെ അപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാച്ചിങ് കൺസെപ്റ്റിന്റെ ഒരു അപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. കാരണം ക്രെഡിറ്റ് സൈഡ് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻകം തെറ്റായ ഇൻകം ആയിരിക്കും നമുക്ക് കിട്ടുക. എല്ലാ വർഷത്തെ ഇൻകം തെറ്റും. അപ്പൊ എല്ലാ വർഷത്തെ ഇൻകം കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നത്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും കാണിക്കണം. ഇതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് 6 അഡ്ജസ്റ്റ്മെന്റ് ആണ് പരിചയപ്പെടാനുള്ളത്. അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് 2 സ്ഥലത്ത് കാണിക്കണം. ഈ ട്രയൽ ബാലൻസ് തന്ന സാധനം ഒറ്റ സ്ഥലത്ത് കാണിച്ചാൽ മതി. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ തരുന്ന സാധനം 2 സ്ഥലത്ത് കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്ന ഐറ്റംസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് വരച്ച് കണ്ടോ? ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2006. ഇത് ഒരുമിച്ചാണ് വരയ്ക്കുക. അല്ലാതെ ട്രേഡിംഗ് അക്കൗണ്ട് വേറെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേറെ ആയിട്ടല്ല. കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് പോലെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ശരിക്കും എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റാണ് വരിക. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റം വരിക? ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എടുക്കേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കണം. സെക്കൻഡ് ഐറ്റം ഏതാണ്? പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ ഉണ്ട്. ഇത് 2 എവിടെ എടുക്കണം? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കണം. പർച്ചേസ് എഴുതി, അതൊന്ന് പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. അടുത്തതോ വേജസ് ഉണ്ട്. വേജസ് എവിടെ എടുക്കുന്നു? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നു. അടുത്ത ഐറ്റം ഏതാണ്? കാരേജ് ഇൻവേർഡ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരേജ് ഇൻവേർഡ് ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നു. അടുത്ത ഐറ്റം ഏതാണ്? സെയിൽസ് ലെസ് റിട്ടേൺ ആണ്. അപ്പം സെയിൽസ് ലെസ് റിട്ടേൺ അവിടെ എടുക്കുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നെക്സ്റ്റ് ഐറ്റം. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എടുക്കുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കുന്നു. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് 2 സ്ഥലത്ത് എടുക്കണം ക്ലോസിംഗ് സ്റ്റോക്ക്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. എങ്ങനെയാ ബാലൻസ് ചെയ്യുക? എവിടെയാണോ കൂടുതലുള്ളത് നോക്കുന്നു. എവിടെയാണ് കൂടുതലുള്ളത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ടോട്ടൽ ചെയ്തു 91,260.
സെയിം എമൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതി. ഈ 91,216 ഇത്രയും എമൗണ്ടുകൾ ലെസ് ചെയ്യുന്നു. കിട്ടുന്ന എത്രയായിരിക്കും? 24,670 ആണ്. ഈ 24,670 ആണ് എന്തിന്റെ ബാലൻസ്? ട്രേഡ് അക്കൗണ്ട് ബാലൻസ്. ഈ ബാലൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് എടുക്കേണ്ടത്? ട്രേഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണോ, ട്രേഡ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആണോ? അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏത് അക്കൗണ്ടിലാണ്? ട്രേഡ് അക്കൗണ്ടിലാണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ, ഇനി ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലാണോ? അപ്പൊ ഇത്രയും ഐറ്റം അല്ലെ, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, റിട്ടേൺ ഔട്ട്വേർഡ്, വേജസ്, കാരേജ് ഇൻവേർഡ്, സെയിൽസ്, റിട്ടേൺ ഇൻവേർഡ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും ഐറ്റം നമ്മൾ എവിടെ എടുക്കണം എന്ന് മനസ്സിലാക്കി, ട്രേഡ് അക്കൗണ്ടിൽ എടുക്കണം എന്ന് മനസ്സിലാക്കി. അത് തന്നെ ഏതൊക്കെയാണ് ഡെബിറ്റിൽ എടുക്കേണ്ടത്, ഏതൊക്കെയാണ് ക്രെഡിറ്റിൽ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഡെബിറ്റ് ബാലൻസ് ഉള്ള മുഴുവൻ ഡെബിറ്റ് സൈഡിൽ എടുക്കുക, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള മുഴുവൻ ക്രെഡിറ്റ് സൈഡിൽ എടുക്കാം. അതിനുശേഷം നമ്മൾ ആ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 24,670. ഇനി ട്രേഡ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഈ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡ് അക്കൗണ്ട് റിസൾട്ട് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ബ്രോ ഡൗൺ ചെയ്തിരുന്നു. ഇവിടെ എന്താണ്? ക്യാരി ഡൗൺ. സി ബാർ ഡി ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പി ബാർ ഡി, ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ ട്രേഡ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കണ്ടിന്യൂ ചെയ്യാന്നുള്ള അല്ലെ. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡ് അക്കൗണ്ട് എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ട്രേഡ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞു. അതിന്റെ ബാലൻസ് ഫസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മുഴുവൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ഇൻഡയറക്റ്റ് ഇൻകം മുഴുവൻ ക്രെഡിറ്റ് സൈഡിൽ എടുക്കണം. ഇവിടെ ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നോക്കാം. ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ഡിസ്കൗണ്ട് അലൗഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്, കാരണം ഇൻഡയറക്റ്റ് ഇൻകം ഈ ക്വസ്റ്റിൽ തന്നിട്ടില്ല വേറെ. ബാലൻസ് ചെയ്ത സമയത്ത് നമുക്ക് 24,660 ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. അതേ എമൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തു, ബാലൻസ് ചെയ്തു. 18,660 കിട്ടി. ഇതിനെ നമ്മൾ പറയുന്ന പേര് നെറ്റ് പ്രോഫിറ്റ്. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു അല്ലെ. അക്കൗണ്ട് രണ്ടുണ്ടാക്കി, ട്രേഡ് അക്കൗണ്ട് ഉണ്ടാക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി. ട്രേഡ് അക്കൗണ്ടിന്റെ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. 24,670 കിട്ടി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയാണ്? 18,660 ആണ്. ഇതിനെ നമ്മൾ എന്ത് പറഞ്ഞു? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ്. ഈ പ്രോഫിറ്റ് എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിനോട് കൂടെ ആഡ് ചെയ്യുക. ഏത്? 18,660. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. വീഡിയോ ഓൺ ചെയ്തിരിക്കണേ. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയാ വരിക? ലയബിലിറ്റീസ് എമൗണ്ട്. ഇവിടെ ഹെഡിങ് കണ്ടോ? ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ആയിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതിയത് എങ്ങനെയാ? ഫോർ ദ ഇയർ എൻഡഡ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫോർ ദ ഇയർ എൻഡഡ് എന്നാണ് കൊടുക്കുക. ഇതൊരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ്. അതായത് ഫസ്റ്റ് ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള സാധനം. അതുകൊണ്ടാണ് ഫോർ ദ ഇയർ എൻഡഡ്. പക്ഷേ ബാലൻസ് ഷീറ്റ് അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്ക് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ആസ് ഓൺ 31st ഡിസംബർ. ഫോർ ദ ഇയർ എൻഡഡ് എന്നല്ല കൊടുക്കുന്നത്, ആസ് ഓൺ 31st ഡിസംബർ 2006 ആണ്. അപ്പം ഹെഡിങ് എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st ഡിസംബർ 2006 ആണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st മാർച്ച് 2006 ആണ്. മാറിപ്പോകരുത്. ഇനി ബാലൻസ് ഷീറ്റിലേക്കുള്ള ഐറ്റം ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? 1800 ആണ് അല്ലെ. നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്. അപ്പൊ ഏത് സൈഡിൽ എടുക്കണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. അടുത്ത ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. എവിടെ എടുക്കണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. അടുത്ത ഐറ്റം ഏതാണ്? ഡെറ്റേഴ്സ് ആണ്. അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. അടുത്ത ഐറ്റം ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. എന്താ ക്ലോസിംഗ് സ്റ്റോക്ക്? കളർ മാറ്റി തന്നത് അഡ്ജസ്റ്റ്മെന്റിൽ വന്ന സാധനമാണ്.
സാധാരണ അക്കൗണ്ട് ബാലൻസ് ഒറ്റ സ്ഥലത്ത് എടുത്താൽ മതി. അഡ്ജസ്റ്റ്മെന്റിൽ വന്ന സാധനം എന്ത് ചെയ്യണം? 2 സ്ഥലത്ത് എടുക്കണം. ഒന്ന് എവിടെ എടുത്തു? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുത്തു. രണ്ടാമത്തെ എവിടേക്ക് പോകണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. അതിന്റെ യഥാർത്ഥ ബാലൻസ് എടുക്കേണ്ടത് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിലാണ്. മിഷനറി അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് എടുത്തു. അടുത്ത ഐറ്റം എന്താണ്? ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ എടുത്തു. ബിൽസ് പേയബിൾ ലൈബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ എടുത്തു. സൺട്രി ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ എടുത്തു. ക്യാപിറ്റൽ ലൈബിലിറ്റി ആണ്, ഇന്നർ കോളത്തിൽ എടുത്തു. കാരണം അതിനോട് കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഈ നെറ്റ് പ്രോഫിറ്റ് എവിടുന്നാ കിട്ടിയത്? നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ ബാലൻസ് ആണ് 18,660. അത് ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തു. നെറ്റ് ലോസ് ആണെങ്കിലോ ലെസ് ചെയ്യണം. ഇനി ഇതിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സാധനം കൂടി ഉണ്ട്. അപ്പൊ 48,660 കിട്ടിയേ. ഇതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊപ്രൈറ്റേഴ്സ് ഡ്രോയിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ 650 പ്രൊപ്രൈറ്റേഴ്സ് ഡ്രോയിങ് ഉണ്ട്, അത് ലെസ് ചെയ്തു. 48,010 ആണ് കിട്ടുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നത് 68,010 ആണ്. അതേപോലെ ഇവിടെയും കിട്ടുന്ന ടോട്ടൽ എത്രയായിരിക്കും? 68,010. അപ്പൊ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്താണ്? ശരിയാണ്. അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അവിടെ വെക്കുക. അപ്പൊ നമ്മള് ഇത്രയും നേരം പറഞ്ഞ എന്തായിരുന്നു? ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 സ്റ്റേറ്റ്മെന്റിൽ ഏതിലേക്കാണ് എഴുതേണ്ടതെന്ന് അറിയണം. ഏതാ 3 സ്റ്റേറ്റ്മെന്റ്? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ടാമത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മൂന്നാമത്തെ ബാലൻസ് ഷീറ്റ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട, ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കണോ, ബാലൻസ് ഷീറ്റിൽ എടുക്കണോ? പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഫസ്റ്റ് സൈഡ് എടുക്കണോ, സെക്കൻഡ് സൈഡ് എടുക്കണോ എന്നാണ്. ഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെബിറ്റ് സൈഡ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡെബിറ്റ് സൈഡ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പൊ ആദ്യം അറിയേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണോ, ബാലൻസ് ഷീറ്റിൽ എടുക്കണോ. രണ്ടാമത്തെ അറിയേണ്ടത് ഡെബിറ്റ് സൈഡ് ആണോ, ക്രെഡിറ്റ് സൈഡ് ആണോ. ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ ലൈബിലിറ്റി സൈഡ് ആണോ എടുക്കേണ്ടത്, അസറ്റ് സൈഡ് ആണോ എടുക്കേണ്ടത്? ഇത്രയും കാര്യം തിരിച്ചറിഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്? ഫൈനൽ അക്കൗണ്ട്സ്. വളരെ എളുപ്പമാണ്. കാരണം എന്താ? ഐറ്റം എന്താന്ന് തിരിച്ചറിയണം. അതിനാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ നന്നായി പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇനിയിപ്പോ സെക്കൻഡ് ഇയറിലെ അക്കൗണ്ട്സിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ മനസ്സിലാവും. പാർട്ട് എ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ബേസ് ഇട്ട് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് പാർട്ട് എ എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ചാപ്റ്റർ എത്തുന്നതോടുകൂടി ഒരു ഐഡിയയും കിട്ടില്ല. ഒക്കെ കൂടി ഒരു സാമ്പാർ ഉണ്ടാക്കി വെച്ച മാതിരിയാവും. ഒരുത്തം പറയും 1 അല്ലെ, സാമ്പാറിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കിട്ടിയവൻ പറയുന്നത് ഉള്ളിയും കിഴങ്ങാന്ന് പറയും. മറ്റവൻ പറയുന്നത് വെണ്ടയ്ക്കും തക്കാളിയെ കിട്ടിയെന്ന് പറയും. വേറെ ഒരുത്തം പറയും എല്ലയ്ക്ക് വഴുതിനിങ്ങയാണ് കിട്ടിയെന്ന് പറയും. അപ്പൊ എന്ത് കറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതേ പരുവത്തിലാവും തേർഡ് ചാപ്റ്റർ എത്തും. ഏത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറും റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ എത്തും. പക്ഷെ ബേസ് ക്ലിയർ ചെയ്ത് പഠിച്ചോ, ഏറ്റവും എളുപ്പവും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? അക്കൗണ്ടൻസി. കാരണം അത് ഈവൻ PG ക്ലാസ് പോലും, ട്യൂഷൻ വരുന്ന കുട്ടികൾ ഈവൻ PG ക്ലാസ്സിലും MBA ക്ലാസ്സിലും പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ മാർക്ക് വാങ്ങുന്നുണ്ട്. കാരണം ഒരു മാർക്ക് പോലും കുറയ്ക്കാൻ കഴിയില്ല. തിയറിയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. തിയറി അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ തിയറിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം പ്രാവശ്യം തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, 79 കുട്ടികളിൽ 45 ആളും ഫുൾ മാർക്കാണ്. അപ്പൊ അത്രയും ഈസിയാണ് എന്ത്? അക്കൗണ്ട്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്, തൊട്ടടുത്ത ചാപ്റ്റർ അല്ലെ. അതിൽ 6 അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാനുള്ളൂ. ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ. ഇതും കൂടി പറയാൻ സമയമുണ്ടോ? എന്താ ദേവി നന്ദന, മുന്നോട്ട് പോണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ? പെട്ടെന്ന് ബാക്കിയുള്ള ആളുകൾക്ക് ചാറ്റ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് കൂടി പറയണോ? കണ്ടിന്യൂ ചെയ്യണം. അതാ പറയുന്നു. അതുപോലെ അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ അക്കൗണ്ട്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൂടി പറയാം.
6 അഡ്ജസ്റ്റ്മെന്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ. ഈ 6 അഡ്ജസ്റ്റ്മെന്റിനും ട്രീറ്റ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ നേച്ചർ എന്താണ്? അസറ്റ് ആണ്. ആ നേച്ചർ അസറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് സൈഡിൽ വരണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. അസറ്റ് ആണെങ്കിൽ അസറ്റ് സൈഡ്, ലൈബിലിറ്റി ആണെങ്കിൽ ലൈബിലിറ്റി സൈഡ്, ഇൻകം ആണെങ്കിൽ എവിടെ എടുക്കും? ഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, ഇൻഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. എക്സ്പെൻസ് ആണെങ്കിലോ ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. അത്രയും മനസ്സിലാക്കണം. ഒരു അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതിന്റെ നേച്ചർ എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ നേച്ചർ എന്താണ്? അസറ്റ് ആണ്. അത് ട്രയൽ ബാലൻസിലാണ് തന്നതെങ്കിൽ എടുക്കേണ്ടത് എവിടെ മാത്രമാണ്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രമാണ്. ട്രയൽ ബാലൻസിലാണ് തന്നെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് എവിടെ പോരുത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുക്കരുത്. ട്രയൽ ബാലൻസിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെങ്കിൽ എടുക്കേണ്ടത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രമാണ്. ഇഫ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തന്നതെങ്കിൽ അത് നമ്മൾ എടുക്കേണ്ട എവിടെയാണ്? 2 സ്ഥലത്ത് എടുക്കണം. അഡ്ജസ്റ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം, രണ്ടാമത്തെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കണം. അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് ആണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുത്തത്, അതിന്റെ ക്രെഡിറ്റ് ആസ്പെക്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുത്തത്. കാരണം ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ റെക്കോർഡ് ചെയ്യുമ്പോൾ 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും രണ്ടാമത്തെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ജേർണൽ എൻട്രി ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് പഠിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ നേച്ചർ എന്താണെന്നാണ് ഒന്ന് മനസ്സിലാക്കുന്നത്. നേച്ചർ എന്തായിരിക്കും? ഒന്നെങ്കിൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ നേച്ചർ മനസ്സിലാക്കുന്നു. രണ്ടാമത്തതോ, അത് ട്രയൽ ബാലൻസിൽ തന്നാൽ എവിടെ എടുക്കും? അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് 2 പാർട്ട് ഉണ്ടായിരിക്കും അല്ലെ? ട്രയൽ ബാലൻസിന്റെ ഒരു പാർട്ട് ഉണ്ടായിരിക്കും, അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു പാർട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ ഒരു പാർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ട്രയൽ ബാലൻസിൽ തന്നെ എവിടെ എടുക്കും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. കാരണം അസറ്റ് ആണ്, അസറ്റ് സൈഡിൽ എടുക്കണം. ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ് എന്നാലോ അവിടെയാണ് നമ്മൾ ഒരു കാര്യം കൂടി അഡീഷണൽ പഠിക്കേണ്ടത്. അസറ്റ് സൈഡിൽ എടുക്കുന്നത് കൂടാതെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും കൂടി എടുക്കണം. അതിനൊരു റീസൺ ഉണ്ട്, ലാസ്റ്റ് പറയാം. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്താണ്? നേച്ചർ ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ നേച്ചർ. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അതിനെയാണ് എന്ത് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അതിനെയാണ് എന്ത് പറയാ? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് ലൈബിലിറ്റി ആണ്. നമുക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. ഒരു സ്ഥാപനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതിനെ പറയുന്ന പേരാണ് എന്ത്? ലൈബിലിറ്റി. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബിലിറ്റി ആണ്. അത് ട്രയൽ ബാലൻസിലാണ് തന്നെങ്കിൽ നമ്മൾ എവിടെ എടുക്കും? ബാലൻസ് ഷീറ്റില് ലൈബിലിറ്റി സൈഡിൽ എടുക്കും അല്ലെ? നേരത്തെ എന്ത് ചെയ്തു? അസറ്റ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് എടുത്തു, ലൈബിലിറ്റി ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ എടുക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ട്രയൽ ബാലൻസ് തന്നു കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിലാണ് എടുക്കേണ്ടത്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എവിടെ തന്നാൽ? അഡ്ജസ്റ്റ്മെന്റ് തന്നാൽ 2 സ്ഥലത്ത് എടുക്കണം. ഒന്ന് നമുക്കറിയാം ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡ് തന്നെയാണ്. രണ്ടാമത്തെ എവിടെയാണ് എടുക്കേണ്ടത്? കൺസേൺഡ് എക്സ്പെൻസ് എന്ന് നമ്മൾ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? ആഡഡ് ടു റെസ്പെക്റ്റീവ് എക്സ്പെൻസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടെ ആഡ് ചെയ്യണം. എന്തിനാണ് അത് കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടെ ആഡ് ചെയ്യുന്നത്? മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ്. ഇനി അത് നമുക്ക് സയന്റിഫിക് ആയിട്ട് സാധാരണക്കാരന്റെ ഭാഷ പറഞ്ഞാൽ എന്താണ്? അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ വർഷത്തെ എക്സ്പെൻസും ഈ വർഷത്തെ ഇൻകം മുഴുവൻ ഈ വർഷം തന്നെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഈ വർഷത്തെ എക്സ്പെൻസ് അടുത്ത വർഷമാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത വർഷം റെക്കോർഡ് ചെയ്താൽ പോരാ. കാരണം ഒരു പാർട്ട്ണർ ഈ വർഷത്തോടു കൂടി നിർത്തുകയാണെങ്കിലോ ഈ എക്സ്പെൻസ് അടുത്ത വർഷം എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പ്രോഫിറ്റ് അല്ലേ കുറേ, ഈ വർഷത്തെ പ്രോഫിറ്റ് കൂടൂലേ? അപ്പൊ ഒരു വർഷം, അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പറഞ്ഞു തരുന്നത്. അതത് വർഷത്തെ മുഴുവൻ എക്സ്പെൻസും ഇൻകം എന്ത് ചെയ്യണം? അതത് വർഷം തന്നെ കാണിക്കണം. അല്ലാതെ അടുത്ത വർഷമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം കാണിക്കാൻ പാടില്ല. അപ്പൊ മാച്ചിങ് പ്രിൻസിപ്പിൾസിന്റെ അപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? ഈ വർഷത്തെ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എക്സ്പെൻസിനോട് കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ സാലറി കൊടുത്തത് 10 മാസം സാലറി കൊടുത്ത് 2 മാസം സാലറി കൊടുത്തിട്ടില്ല. അപ്പൊ അതിനെയാണ് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. എത്രയാണ്? 2 മാസം സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? 12 മാസത്തെ എക്സ്പെൻസ് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കണം. 10 മാസം നമ്മൾ കൊടുത്തായിട്ട് കാണിക്കും സാലറി എന്ന് പറഞ്ഞിട്ട്. 2 മാസം എന്ത് ചെയ്യും? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞിട്ട് അതിനോട് കൂടെ ആഡ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റിൽ 12 മാസം. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യണം?
കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടെ ആഡ് ചെയ്യണം. അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആ കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടെ ആഡ് ചെയ്യുന്നു. ഇതേ സാധനം തന്നെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നു? ലൈബിലിറ്റി സൈഡ് കാണിക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താണ്? റെസ്പെക്റ്റീവ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ലൈബിലിറ്റി ആണ് അല്ലെ? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബിലിറ്റി ആണ്. റെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബിലിറ്റി ആണ്. വേജസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബിലിറ്റി ആണ്. വേജസ് എന്ന് പറഞ്ഞാൽ കൂലിയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂലി, കൊടുക്കാനുള്ള കൂലിയാണ്. അപ്പൊ കൊടുക്കാനുള്ള കൂലി എന്ന് പറയുമ്പോൾ അത് എന്തായി മാറി? ലൈബിലിറ്റി ആയിട്ട് മാറി. അടുത്ത പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ് അല്ലെ? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ് നേരത്തെ പറഞ്ഞെങ്കിൽ ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ടീച്ചർ എന്ത് ചെയ്യുന്നു? 12 മാസം സാലറി വാങ്ങി ടീച്ചർ പറയണം എന്റെ കല്യാണമാണ് അല്ലെങ്കിൽ മകളുടെ കല്യാണമാണ്, എനിക്ക് എന്ത് വേണം? സാലറി വേണം. അപ്പൊ അഡ്വാൻസ് ആയിട്ട് സാലറി വേണം. അപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യും? 2 മാസം സാലറി, 3 മാസം സാലറി അഡ്വാൻസ് കൊടുക്കും. അപ്പൊ അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആണ്. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസിനെ പറയുന്ന പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളതിനെയൊക്കെ നമ്മൾ എന്താ പറയാ? അസറ്റ് എന്നാണ് പറയാം. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? അസറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്താണ്? ലൈബിലിറ്റി ആണ്. ഇനി അത് ട്രയൽ ബാലൻസ് തന്നാൽ നമുക്കറിയാം അസറ്റ് ആണെങ്കിൽ എവിടെ കാണിക്കണം? അസറ്റ് സൈഡ് കാണിക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് എവിടെ കാണിക്കണം? അവിടെ. അപ്പം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എവിടെയായിരുന്നു? ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിലായിരുന്നു. കാരണം ലൈബിലിറ്റി ആയതുകൊണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണം? അസറ്റ് സൈഡ് കാണിക്കണം. ഇനി ഇത് അഡ്ജസ്റ്റ്മെന്റിൽ തന്നാലോ? 2 സ്ഥലത്ത് കാണിക്കണം. ഒന്ന് എവിടെ തന്നെയായിരിക്കും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് തന്നെയായിരിക്കും. അപ്പൊ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം, അതുകൂടാതെ ഒരു സ്ഥലത്തും കൂടി കാണിക്കണം. അത് എവിടെയായിരിക്കും? ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. അപ്പൊ ഈ വർഷത്തെ എക്സ്പെൻസിന് അതിന് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യണം? ഡിഡക്റ്റഡ് ഫ്രം ദ റെസ്പെക്റ്റീവ് എക്സ്പെൻസ് ഓൺ ദ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ? ഡിഡക്ട്, ലെസ് ചെയ്യണം. ഏതെന്ന്? കൺസേൺഡ് എക്സ്പെൻസ് ഓഫ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് കൺസേൺഡ് എക്സ്പെൻസ് അതിനെ ലെസ് ചെയ്യണം. എത്രയാണ് ടീച്ചറുടെ സാലറി? 1000 രൂപയാണ്. എത്ര കൊടുത്തു സാലറി? 12,000 ആണ് കൊടുക്കേണ്ടത്. 15,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാലറി എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 15,000 കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് 15,000 ഈ വർഷത്തെ സാലറി അല്ല. 3,000 രൂപ ഏത് വർഷത്തെ സാലറിയാണ്? അടുത്ത വർഷത്തെ സാലറിയാണ്. അപ്പം എന്ത് ചെയ്യുന്നു? പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞിട്ട് ആ 15,000 നിന്ന് 3,000 ലെസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ എത്രയും കാണിക്കാൻ പാടുള്ളൂ? 12,000 രൂപയെ കാണിക്കാൻ പാടുള്ളൂ. ഈ വർഷത്തെ എക്സ്പെൻസും ഈ വർഷത്തെ ഇൻകവും മാത്രമേ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാൻ പാടുള്ളൂ. ഈ വർഷത്തതല്ലാത്തത് വന്നാൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുകൊണ്ടാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്തത്. ഈ വർഷത്തത് എടുത്തിട്ടില്ലെങ്കിൽ പോലും അതെന്ത് ചെയ്യണം? എടുക്കണം. അതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്തായിരിക്കും? പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞ അസറ്റ് ആണ്. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു റെസ്പെക്റ്റീവ് എക്സ്പെൻസ്. അതായത് എന്താണ്? സാലറി പ്രീപെയ്ഡ് ആണെങ്കിൽ പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് അറ്റ് ടു സാലറി. റെസ്പെക്റ്റീവ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? സാലറി ആണ് അവിടെ. വേജസ് ആണെങ്കിൽ വേജസ് എടുക്കും. അപ്പൊ പ്രീപെയ്ഡ് വേജസ് അക്കൗണ്ട് അറ്റ് ടു വേജസ്. അപ്പൊ മൂന്നാമത്തെ ഐറ്റം. നാലാമത്തെ എന്താണ്? ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ്. ഇൻകം ആണ്. അപ്പൊ ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ റെന്റ് റിസീവ്ഡ് ഇൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണെങ്കിലോ കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പൊ അതെന്താണ്? അസറ്റ് ആയിട്ട് വരും. അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം ഏൺ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. എന്താണ്? അസറ്റ് ആണ്. ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ്. അസറ്റ് എവിടെ എടുക്കണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. അപ്പം ഒരു ഐറ്റം നേച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പം ഐഡിയ കിട്ടും അല്ലെ? അസറ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? അസറ്റ് സൈഡിൽ എടുക്കും. ലൈബിലിറ്റി ആണെങ്കിൽ എവിടെ എടുക്കും? ലൈബിലിറ്റി സൈഡിൽ എടുക്കും. എവിടെ? ബാലൻസ് ഷീറ്റിൽ. എക്സ്പെൻസ് ആണെങ്കിലോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും എടുക്കുക. അത് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ഏതാണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് അല്ലെ? നേരെ ഓപ്പോസിറ്റ് ഇൻകം വരും. ഇനി അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നെങ്കിലോ ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ്. അഡ്ജസ്റ്റ്മെന്റിൽ തന്ന ഒരു എഫക്ട് നമുക്ക് മനസ്സിലായി, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് തന്നെ എടുക്കും. കാരണം അതിന്റെ നേച്ചർ അതാണ്. രണ്ടാമത്തെ എഫക്ട് എന്താ? നമുക്കറിയാം അതെന്താണ്? ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ഇൻകം ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാണ്. ഈ വർഷത്തെ ഇൻകം ആണ്, കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വർഷത്തെ ഇൻകം എന്ത് ചെയ്യണം? ഈ വർഷം തന്നെ റെക്കോർഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇൻകം എയ്ഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ത് ചെയ്യണം? ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യണം. ആഡഡ് ടു ദ റെസ്പെക്റ്റീവ് ഇൻകം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ റെസ്പെക്റ്റീവ് ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യണം. കാരണം ഇത് ചോദിക്കട്ടോ ട്രീറ്റ്മെന്റ്. ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് എക്സാമിന് വരാറുണ്ട്.
അപ്പൊ അത് ട്രയൽ ബാലൻസ് തന്ന ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രം, അത് അഡ്ജസ്റ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, രണ്ട് സ്ഥലത്ത് എടുക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കൊടുക്കണം, കൺസേൺഡ് ഇൻകത്തിനോട് കൂടെ എന്തും ചെയ്യണം, ആഡും ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താണ്, അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ടു റെസ്പെക്റ്റീവ് ഇൻകം എന്നുള്ളതാണ്. ഇനി അടുത്ത ഐറ്റം ഏതാണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം ആണ്. അതിന്റെ നേച്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈബിലിറ്റി ആണ്. എന്തിന്റെ നേച്ചർ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ നേച്ചർ എന്താണ്, ലൈബിലിറ്റി ആണ്. ഇത് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈബിലിറ്റി സൈഡിൽ എടുക്കണം. എവിടെ, ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ എടുക്കണം. ഇഫ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നതെങ്കിൽ, ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നെങ്കിൽ നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് തന്ന ഒന്ന് എവിടെ എടുക്കണം, ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ. പിന്നെ ഒന്ന് നമ്മൾ ആലോചിച്ചാൽ മതി, അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം ഏൺ ചെയ്യുന്നതിന് മുന്നേ കിട്ടിയതാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി കിട്ടിയ ഇൻകം ആണ്. അപ്പൊ അത് ഈ വർഷത്തെ ഇൻകം അല്ല. അപ്പൊ ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് അത് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം, ഒഴിവാക്കണം. അപ്പൊ അൺഏൺഡ് ഇൻകം എന്ത് ചെയ്യണം, ലെസ് അല്ലെങ്കിൽ ഡിഡക്റ്റഡ് ഫ്രം റെസ്പെക്റ്റീവ് ഇൻകം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അൺഏൺഡ് ഇൻകം എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് അത് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം. രണ്ടാമത്തെ എഫക്ട് എവിടെയാണ്, ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിലും കാണിക്കും. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താ വരിക, റെസ്പെക്റ്റീവ് ഇൻകം അക്കൗണ്ട് അറ്റ് ടു അൺഏൺഡ് ഇൻകം. അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു. ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് ആണ്. പിന്നെ എന്താ പഠിച്ചത്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ലൈബിലിറ്റി ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതിന്റെ മുന്നേ എന്ത് പഠിച്ചു, ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് പഠിച്ചു അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം പഠിച്ചു. അക്രൂഡ് ഇൻകം എന്താണ്, അസറ്റ് ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലൈബിലിറ്റി ആണ്. ഇനി ലാസ്റ്റ് വൺ, 6ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പഠിക്കാനുള്ള ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് തന്ന എവിടെ മാത്രം എടുത്താൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം. ഡിപ്രീസിയേഷൻ എവിടെ എടുക്കേണ്ടത്, ട്രയൽ ബാലൻസ് തന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം എടുത്താൽ മതി, കാരണം എക്സ്പെൻസ് ആയതുകൊണ്ടാണ്. അഡ്ജസ്റ്റ്മെന്റ് തന്നാൽ നമ്മൾ 2 സ്ഥലത്ത് എടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കൊടുക്കണം. ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് ഫിക്സഡ് അസറ്റ് നിന്ന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, ആ അസറ്റ് നിന്ന് ലെസ് ചെയ്യണം. എന്തിനാണ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം എപ്പോഴും ട്രയൽ ബാലൻസ്. സത്യസന്ധമായ വാല്യൂ ആയിരിക്കണം ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടത്. അപ്പൊ ഈ വർഷം ഉപയോഗിച്ചതിന്റെ തേയ്മാനം അതൊന്നും എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഏതെന്ന്, ആ അസറ്റ് നിന്ന്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും കാണിക്കും, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കൺസേൺഡ് അസറ്റ് എന്ന് അത് എന്ത് ചെയ്യും, ലെസ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ഫിക്സഡ് അസറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഫിക്സഡ് അസറ്റ് എന്നത് ലെസ് ചെയ്യും. പിന്നെ അത് എവിടെയും കാണിക്കും, ക്ലോസ് ചെയ്യാൻ വേണ്ടി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇയർ എൻഡിങ്ങിൽ എഴുതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിപ്രീസിയേഷൻ. അപ്പൊ ട്രയൽ ബാലൻസിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ മാത്രം എടുത്താൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസ് തന്നിട്ടില്ലെങ്കിലോ 2 സ്ഥലത്ത് എടുക്കണം. ആ ഫിക്സഡ് അസറ്റ് എന്ന് അത് എന്ത് ചെയ്യണം, ലെസ്സും ചെയ്യണം. എവിടെ, ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ് ലെസ് ചെയ്യണം. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതുപോലെ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ഇതൊന്ന് ചോദിക്കാട്ടോ, കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചോദിക്കാം.